നമ്മളന്ന് പറഞ്ഞിട്ട് സർവീസ് ഫംഗ്ഷൻ സർവീസ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും സെയിം ആയിരിക്കും. പിന്നെ ചിലതൊക്കെ ചില സബ്ജക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും സർവീസും മാത്രമേ നമ്മളത് പറയാൻ പാടുള്ളൂ. അത്രയുള്ള വ്യത്യാസം. പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോന്നിനും ഫുൾ ഫോം എന്താ, അത് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നമ്മൾ ബാക്കി എല്ലാത്തിൻ്റെയും സർവീസും ഫംഗ്ഷനും ഒരുപോലെ ആയിരിക്കും. അത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. പക്ഷേ ഇത് ഓരോന്നിൻ്റെയും പ്രത്യേകമായിട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകം നോക്കി വെക്കണം. ഫസ്റ്റ് പറയുന്നത് ജിസാറ്റ് ആണ്, നാഷണൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജിസാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ രസമായിട്ടൊക്കെ ചോദിക്കും. ഇപ്പോൾ രണ്ടെണ്ണം ചേർന്നിട്ടായിരിക്കാം ചോദിക്കും, രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടായി
റെസ്പെക്ട് ദി ഡിസ്ട്രിക്ട്. അതൊന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. പേജ് നമ്പർ 186 താഴെ അറ്റ് സ്റ്റേറ്റ് ലെവൽ ഓഫ് NIC, ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് NIC എന്നുള്ള അതൊന്ന് മാർക്ക്. പിന്നെ അതിന്റെ ലാസ്റ്റിലത്തെ ഫസ്റ്റ് സെന്റൻസ് NIC ഹാസ് ഡെവലപ്പ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രോഡക്റ്റ് ഫോർ വേരിയസ് സെന്റർ. അതൊന്ന് മാർക്ക് ചെയ്തുള്ളൂ. ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്ന അവിടെ. പേജ് നമ്പർ 188 ബയോടെക്നോളജി ഇൻഫോർമേഷൻ സിസ്റ്റം IS പറഞ്ഞിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം ജസ്റ്റ് ഓർത്തിരിക്കാൻ നോക്കാം. കണ്ടന്റിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ ഷോർട്ട് ആൻസറിലൊക്കെ വന്നെങ്കിൽ മാത്രം. ബയോടെക്നോളജി ഇൻഫോർമേഷൻ സിസ്റ്റം. അവർ ആക്ടിവിറ്റീസ് ഒക്കെ പേജ് നമ്പർ 190 കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഡേറ്റാബേസ്, R&D in bioinformatics, training and bioinformatics, dissemination of information, international cooperation എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെയിം ആയിട്ട് ഓരോന്നിനും സെയിം ആയിട്ട് തന്നെ. പിന്നെ എൻവയോൺമെന്റൽ ഇൻഫോർമേഷൻ ഇത് സ്ഥിരമായിട്ട് ടെസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇംഗ്ലീഷിലുള്ളത്. അവർ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നതാണ് എൻവയോൺമെന്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. എൻവയോൺമെന്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അതൊന്നും എൻവയോൺമെന്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അവർ ഒബ്ജക്റ്റീവ്സും ഒക്കെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ നമ്മൾ പറയുന്നത്. അതിന്റെ ലാസ്റ്റ് ലോങ് ടേം ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. ടു ബിൽഡ് അപ്പ് എ റെപ്പോസിറ്ററി ആൻഡ് ഡിസമിനേഷൻ സെന്റർ ഇൻ dissemination center information related environment, dissemination center information environmental science and engineering to gear up the modern technology of acquisition, processing, storage, retrieval and dissemination of information of environmental needs. Library information center, environmental related specific information center, special information center to support and promote research and development and innovation in environmental information technology. Objectives. Short term objective എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 4 to provide national environmental information service, to build up storage, retrieval and dissemination of capabilities, the ultimate objective of dissemination of information, to promote national and international cooperation, to promote support and assist education and personal training programs, to promote exchange of information among developing countries. Maximum information dissemination. അതൊക്കെ മതി. അതൊക്കെ ഷോർട്ട് ആൻസറിൽ മാത്രമാണ് എനിക്ക് ചോദിക്കുന്നത്. എൻവയോൺമെന്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ചോദിക്കുന്നത് ജസ്റ്റ് 1-2 പാരഗ്രാഫ് മാത്രം, മെയിൻ പോയിന്റ്സ് മാത്രം നോക്കിയിരിക്കാൻ. പിന്നെ ഇംപ്ലിമെന്റ് ഇൻഫോർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറികളുടെ നെറ്റ്വർക്കാണ് ഇംപ്ലിമെന്റ് ഇൻഫോർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ പ്രൊമോഷനാണ് അക്കാഡമിക് ലൈബ്രറി മാത്രമാണ്. അത് UGCയുടെ പ്രോജക്റ്റാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 1991 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തായാലും അറിഞ്ഞിരിക്കണം. ഇംപ്ലിമെന്റ് എവിടെയാണ് എന്നാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. 1991 അഹമ്മദാബാദ്. പിന്നെ UGCയുടെ പ്രൊജക്റ്റാണെന്നുള്ളത് പറഞ്ഞിരിക്കുക. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഇത് വേറെ ഇതിലെ സംഭവങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്തായാലും സംഭവമാണ്. അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ എന്തായാലും അറിഞ്ഞിരിക്കുക. അതിൽ ടു പ്രൊമോട്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി capabilities. അവരൊക്കെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അവരെന്താണ് ചെയ്യുന്നത്? അക്കാഡമിക് ആൻഡ് റിസർച്ചിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറികളുടെ പ്രൊമോഷനായിട്ട് വന്നത്. ഒരു ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ജേണൽ ആർട്ടിക്കിൾസ്. ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇൻഫോർമേറ്റീവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം തന്നെ ലൈബ്രറിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ജേണൽസ് ആർട്ടിക്കിൾസിന്റെ കളക്ഷനാണ് ഇംപ്ലിമെന്റിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് സാറിന് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു നാഷണൽ ലൈബ്രറി നെറ്റ്വർക്കാണ്. നമ്മൾ പ്രാക്ടിക്കലിൽ പറഞ്ഞിട്ട് നെറ്റ്വർക്കിന്റെ കൂടെ നമുക്ക് എഴുതാവുന്നതാണ് ഇംപ്ലിമെന്റ്. നാഷണൽ, ഇന്റർനാഷണൽ അല്ല, നാഷണൽ. അവരെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, നെറ്റ്വർക്കിംഗ്, ഡാറ്റാബേസ് ഡെവലപ്മെന്റ്, ലൈബ്രറി ഓട്ടോമേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇവർ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവരും ചെയ്യുന്നത് കേട്ടോ. ലൈബ്രറി ഓട്ടോമേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നേരത്തെ
നമ്മൾ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, വർക്ക്ഷോപ്പ് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം, അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പോൾ ഒന്നിച്ച് മാറ്റി പറയുന്നതിനുള്ള ഒരു സംഭവം ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ സർവീസ് അവർ കൊടുക്കുന്നത്, ഡോക്യുമെന്റ് ഡെലിവറി സർവീസ് ഇതൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിൽ പേജ് നമ്പർ 195 ലിസ്റ്ററിന്റെ തൊട്ട് മുകളിൽ കാണാം കാലിബർ ഇന്റലിജൻസ് സെന്റർ ഇൻ കൊളാബറേഷൻ വിത്ത്, അത് കണ്ടോ, ആ കാലിബർ എന്ന് മാർക്ക് അത് ടെസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണ്. നാഷണൽ കൺവെൻഷൻ അവർ നടത്തിയിട്ടുള്ളത് കൺവെൻഷണൽ ഓട്ടോമേഷൻ ലൈബ്രറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതിന്റെ പേരാണ് ഈ കാലിബർ. അപ്പൊ ഇത് ആരുടേതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കാറുള്ളത്. എന്താണെന്നൊക്കെ ടെസ്റ്റിൽ സ്ഥിരമായിട്ട് നെറ്റിനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാലിബർ എന്താണെന്നുള്ളത് കേട്ടോ. കൺവെൻഷണൽ ഓട്ടോമേഷൻ ഓഫ് ലൈബ്രറീസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എല്ലാ വർഷവും ഇതിൽ നടക്കുന്ന കൺവെൻഷൻ പറയുന്ന പേരാണ് കാലിബർ. അതിനെ ചുരുക്കിയിട്ട് പറയുന്നതാണ് കാലിബർ കേട്ടോ. കാലിബർ ഇപ്പൊ നമ്മൾ കുറെ വേർഡ് സഞ്ജയ്, കാലിബർ, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇംപ്ലിമെന്റിന്റെ കാര്യങ്ങൾ കുറച്ച് എസ് ആയിട്ട് എഴുതാൻ മാത്രമുള്ള സംഭവങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സ് ഇസ്കെയർ ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സയൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സ്, ഇതിന് ഫുൾ ഫോമിൻ്റെ ടെസ്റ്റുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കും. റിസർച്ച് ആണോ റിസോഴ്സ് ആണോ എന്നുള്ള സംശയം നമുക്ക് വരും, അത് ഓപ്ഷനിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ റിസോഴ്സ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സ് ആണ്, റിസർച്ച് അല്ല. അപ്പം അങ്ങനെ നമുക്ക് സംശയം വരും, അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ റിസോഴ്സ് ആണുള്ളത് ഓർത്തിരിക്കുക. കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ മിസ്സായിട്ടും ഇംപ്ലിമെന്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. മിസ്സായിട്ടും ഇംപ്ലിമെന്റിനും കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എസ് എഴുതാൻ മാത്രമുള്ളത് ഓർത്തിരിക്കുക. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് പേര് മാത്രം മതി. ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ സോഷ്യൽ സയൻസ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ICSSR ആണ് നമ്മളെപ്പോഴും സോഷ്യൽ സയൻസിന് ബാധിക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നുള്ളത് ഇവിടെ പേര് മാത്രം അറിഞ്ഞിരിക്കുക. ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ബാക്കി ഫംഗ്ഷൻ സർവീസ് പ്രോഗ്രാംസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നും അധികം വരാനില്ല. ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ അതിന് എഴുതി വെക്കുക കേട്ടോ. അതുപോലെ നാഷണൽ സോഷ്യൽ സയൻസ് ഡോക്യുമെന്റേഷൻ സെന്റർ, 2 SS അടുത്ത് വരുന്നുണ്ട്. സോഷ്യൽ സയൻസ് ആയിരിക്കും. ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഓർമ്മിച്ച് വെക്കാനുള്ള ട്രിക്കാണത്. അത് ഞാൻ പറഞ്ഞല്ലോ, 2 SS ആണ് സോഷ്യൽ സയൻസ് പറയുന്നതായിരിക്കും. അപ്പൊ ഫുൾ ഫോം ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ICSSR-ഉം NASSDOC നാസ്ഡോക് എന്ന് പറയുന്നത്. അവരും ചെയ്യുന്നതെല്ലാം ഒരേ സംഭവങ്ങൾ തന്നെയാണ്. സ്റ്റാർ മാർക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സപ്പോർട്ട് സർവീസ് ടു റിസർച്ചേഴ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് സോഷ്യൽ സയൻസ്. അതിൽ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ R&D റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓട്ടോണമസ് റിസർച്ച് ഓർഗനൈസേഷൻ, പോളിസി മേക്കിംഗ്, പ്ലാനിംഗ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലെവലിൽ ആവശ്യമുള്ള പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ട പോപ്പുലേഷൻ റിലേറ്റഡ് ഇൻഫർമേഷൻ ഒക്കെ അതൊക്കെ സോഷ്യൽ സയൻസിൽ വരുന്ന ഇൻഫർമേഷൻ കൂടുതലാണ് ആവശ്യമുള്ളത്. പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സോഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷനാണ് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് ഗവൺമെന്റ് ലെവലിലേക്ക് വേണ്ട ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാന്നുള്ളത് കൂടെ ഇതിൻ്റെ അതിൽ വരും. ബാക്കി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്, പോളിസി മേക്കിംഗ് അത്ര അധികം വരുന്നില്ല. പക്ഷെ അത് ആവശ്യമുണ്ട്, പക്ഷേ ഇത്രയും അവിടെ വരുന്നില്ല. നാസ്ഡോക്കിന്റെ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നുള്ളതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ എണ്ണം, ഇന്റർവ്യൂ, സിറ്റി സെന്റർ, IUC, HS ക്ലിയർ ആവുന്നില്ല ഇപ്പം. പിന്നെ ഹ്യൂമാനിറ്റീസിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത് പേജ് നമ്പർ 202 വരും. പേജ് നമ്പർ 202 202 മുകളിൽ കാണാം കലാനിധി, കലാകോശ, ജനപദ സമ്പദ, കലാദർശന, സൂത്രധാര. ഇതും ടെസ്റ്റുകളിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണം ഇതെന്താണ് എന്നുള്ളത്. അപ്പൊ കലാനിധി എന്ന് പറയുന്നത് ഡാറ്റാ ബാങ്ക് ഓൺ ആർട്ട്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതാണ് കലാനിധി. അതിൽ 3ാമത്തെ ലൈനിൽ പറയുന്നുണ്ട് അത് ഡാറ്റാ ബാങ്ക് ഓൺ ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഈ സംഭവങ്ങളുടെ ഒരു ഡാറ്റാ ബാങ്ക് ആണ് കലാനിധി എന്ന് പറയുന്നത്. ടെസ്റ്റുകളിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും.
ഡാറ്റ ബാങ്ക് ഓൺ ആർട്ട്, ഹ്യൂമാനിറ്റീസ്, കൾച്ചറൽ ഹെറിറ്റേജ്. ഇങ്ങനെ ആ പാരമ്പര്യ സംഭവങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് കലാനിധി എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ടത് കലാകോശ. അതിന്റെ താഴെ കാണാം കലാകോശ കൺസേൺ വിത്ത് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ആക്ടിവിറ്റീസ് ഓഫ് IGNCA. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ആക്ടിവിറ്റീസ് ആണ് കലാകോശയിൽ ഉള്ളത്. പിന്നെ ജനപദ സമ്പദ എന്ന് പറയുന്നതാണ് ലൈഫ് സ്റ്റൈൽ സ്റ്റഡി, മൾട്ടിമീഡിയ പ്രസന്റ്. അവിടെ ഇറ്റ് എൻവിജേഴ്സസ് അണ്ടർസ്റ്റാൻഡിംഗ് ആർട്ട് ഇൻ ദ റിക്കോ കൾച്ചറൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ്. ഇറ്റ് കവേഴ്സ് ലൈഫ് സ്റ്റൈൽ സ്റ്റഡീസ്, മൾട്ടിമീഡിയ പ്രസന്റേഷൻ ആൻഡ് ഇവന്റ്സ്, ചിൽഡ്രൻസ് വേൾഡ് എക്സെട്ര. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ജനപദ സമ്പദയിൽ കാണുന്നത്. ലൈഫ് സ്റ്റൈൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന അവരുടെ ജീവിത രീതികളെ പറ്റിയിട്ടുള്ള പഠനം, അതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളുടെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആളുകളുടെ ജീവിത രീതികളെ പറ്റിയിട്ടുള്ള പഠനം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ജനപദ സംഭവമാണ് ലൈഫ് സ്റ്റൈൽ സ്റ്റഡീസ് പറയുന്നത്. മൾട്ടിമീഡിയ പ്രസന്റേഷൻ, ഇവന്റ്സ്, സംഭവങ്ങളുടെ. പിന്നെ കലാദർശൻ, എക്സിബിഷൻ, ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസ്. അപ്പോൾ ഇതിലെ ഈ ഡെഫിനിഷൻ അതെന്താണെന്നാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ എല്ലാം ഓപ്ഷനിൽ ഇതെല്ലാം തന്നെയാണ് കാണുക. ഇതിൽ 4 തന്നെയാണ് ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിന്റെ ഡിഫറൻസ് അറിയെങ്കിൽ മാത്രമേ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂ. എക്സിബിഷൻ, ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസിലാണ് കലാദർശൻ. പിന്നെ സൂത്രധാര, അഡ്മിനിസ്ട്രേറ്റീവ് വിഷൻ, ഇന്റർനാഷണൽ ഡയലോഗ്, IDUന്റെ കാര്യങ്ങളാണ് അതിൽ പറയുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ അതിന്റെ താഴെ കലാസമ്പദ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈബ്രറി ഓഫ് IGNCA ആണത്. കലാസമ്പദ ഡിജിറ്റൽ ലൈബ്രറി, മൾട്ടിമീഡിയ പ്രസന്റേഷൻ ആൻഡ് ഇവന്റ്സ് അല്ലേ അതിനകത്ത് കിട്ടുന്നത്. അപ്പൊ അത് ഡിജിറ്റൽ ലൈബ്രറി ഓഫ് IGNCA ആണ് കലാസമ്പദ. അത് ഓർത്തിരിക്കുന്നതല്ല. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കലാസമ്പദ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈബ്രറി ഓഫ് IGNCA ആണ്. അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ എക്സാം പഠിക്കാനായിട്ട് അധിക കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ 3-4 സംഭവങ്ങൾ എന്താ, ടേം എന്താന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതുപോലെ NMM, ഇതൊക്കെ ടെസ്റ്റുകളിൽ ചോദിക്കുന്ന സാധനങ്ങളാണ്. ഈ നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്, NMM എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോട്ടാൻലിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം, മാത്രമേ ഉള്ളൂ. അതും കൾച്ചറൽ ഹെറിറ്റേജ് ആണ്, മാനുസ്ക്രിപ്റ്റ് ആണല്ലോ. മാനുസ്ക്രിപ്റ്റിന്റെ സംഭവങ്ങൾക്കുള്ളതാണ് ഈ NMM എന്ന് പറയുന്ന സംഭവം. മിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ മാർക്കിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്താണ് NMM എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി 1 വേർഡിൽ ടെസ്റ്റിലൊക്കെ വരുമ്പോഴും എഴുതാൻ അതെന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രം കേട്ടോ. പിന്നെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, അത്രയേ ഉള്ളൂ. കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത്രയൊന്നും ചോദിച്ചിട്ടുമില്ല ഇതുവരെ, അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. അതൊന്നും ചോദിക്കാറില്ല. പിന്നെ ലാസ്റ്റിലേക്ക് അങ്ങനെ എല്ലാം നമ്മുടെ മെറ്റീരിയലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും ഒഴിവാക്കൂല എന്നുള്ളതാണ്. മുഴുവനായിട്ടും മെറ്റീരിയലിനകത്ത് കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ JRF ഒക്കെ വേണം എന്ന് വെച്ച് പഠിക്കുന്നവർ ഇതൊക്കെ പഠിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ബാച്ചിലെ ഒരാള് സെമിനാർ എടുക്കാൻ ബാക്കി വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാൻ പറ്റാതെ പോയ ഒരാളുണ്ട്, നിഷിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പേപ്പർ 1 ഒരു സെമിനാർ ഇപ്പം എടുക്കും. അവൻ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അവൻ ഇന്നാണ് എടുക്കുന്നത്. നിഷിൻ, ഹലോ സാർ. റെഡി അല്ലേ? ഗുഡ് മോർണിംഗ് സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ എടുക്കാൻ റെഡി അല്ലേ? റെഡിയാണ്. എന്നാ ഇപ്പൊ എടുത്തോളൂ. വീഡിയോ ഓൺ ആക്കുക കേട്ടോ. കാണുന്നുണ്ടോ? കാണും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ എടുക്കാൻ പോകുന്നത് MLI 101 നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റിയിലെ അതിൽ 4ാമത്തെ ബ്ലോക്ക് നോളജ് ആൻഡ് സൊസൈറ്റിയിലെ ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നത്. ഡാറ്റ മൈനിങ്ങും ടെസ്റ്റ് മൈനിങ്ങും. അപ്പം ഇത് വലിയ എസ്സേ ടൈപ്പ് ഒന്നും ചോദിക്കില്ല, ചിലപ്പം ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഡാറ്റ മൈനിങ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അങ്ങനെ നോളജ് ഡിസ്കവറി ഇൻ ഡാറ്റാബേസ്, KDD, നോളജ് ഡിസ്കവറി ഇൻ ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസിൽ നിന്നും നോളജ് ഡിസ്കവർ ചെയ്യുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറി or mining knowledge from a large amount of data. അത് കുറേ
കുറെ കൂടുതലുള്ള ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട ആക്ച്വൽ ആയിട്ടുള്ള, അതായത് നമുക്ക് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡാറ്റ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഡാറ്റ മൈനിങ് പറയുന്നത്. അറ്റംപ്റ്റ്സ് ടു എക്സ്ട്രാക്ട് ഹിഡൻ പാറ്റേൺസ്. ഹിഡൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്കവറി ഓഫ് ന്യൂ ഇന്റലിജൻസ് അല്ലെങ്കിൽ നോളജ് എന്ന് നമ്മൾ ഹിഡൻ പാറ്റേൺ പറയാം ഫ്രം ലാർജ് ഡാറ്റാബേസ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലൈബ്രറി പോയി അവിടെ നിന്ന് ഒരു സ്റ്റാക്ക് ഉള്ളൂ, ആ സ്റ്റാക്ക് നമുക്കൊരു ബുക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1 സ്റ്റാക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ബുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കാൻ കഴിയും. അതായത് മാനുവൽ അനാലിസിസ്, നമ്മൾ സ്വയം ആ ബുക്ക് നമുക്ക് അവിടെ നിന്ന് തപ്പിയെടുക്കും. പക്ഷെ കുറേ സ്റ്റാക്ക് ഉണ്ട്, നമുക്ക് വേറെ ഒന്നും അറിയില്ല, ഒരു ബുക്കിന്റെ പേര് മാത്രമേ അറിയുള്ളൂ, നമ്മൾ അങ്ങനെ ആ ബുക്ക് തപ്പിയെടുക്കും. അപ്പം അവിടെ എന്ത് വേണ്ടി വരും, നമുക്ക് ഓട്ടോമാറ്റിക് അനാലിസിസ്. അതായത് അവിടെ ഇപ്പോൾ നമുക്കൊരു കാറ്റലോഗിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ബുക്ക് എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് കിട്ടും. ഇതേ പ്രോസസ്സാണ് ഈ ഡാറ്റ മൈനിങ് ചെയ്യുന്നത്. അതായത് ഡാറ്റാബേസ് കൂടുന്നതിനനുസരിച്ച് മാനുവൽ അനാലിസിസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ എന്ത് വരുന്നു, ഒരു ഓട്ടോമാറ്റിക് അനാലിസിസ് വരുന്നു. നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ഒരു ഓട്ടോമാറ്റിക് അനാലിസിസ് വരുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് ഓർ മൈനിങ് നോളജ് ഫ്രം എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇതിന് ഡാറ്റ മൈനിങ്ങിന് വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. കാര്യമായിട്ട് 3 മെത്തേഡ്സ് ഉള്ളത്. 1 സ്റ്റാറ്റിസ്റ്റിക്സ്, 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 3 മെഷീൻ ലാംഗ്വേജ്. 1 സ്റ്റാറ്റിസ്റ്റിക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലാംഗ്വേജ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആണ്. അതിലുള്ളത് റിഗ്രഷൻ അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഫാക്ടർ അനാലിസിസ് എക്സെട്ര ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു ഡാറ്റ മൈനിങ് പഠിക്കണം എന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും എന്ത് പഠിച്ചിരിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ് പഠിച്ചിരിക്കണം. ലേ ഫൗണ്ടേഷൻ ആണ് ഡാറ്റ മൈനിങ്ങിന്റെ അടിസ്ഥാനം, ബേസിക്സ് നമുക്ക് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡാണ്. അപ്പം അത് പഠിച്ചതിന് ശേഷമാണ് ഇതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലാംഗ്വേജിലേക്കൊക്കെ എത്തേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ, നമ്മുടെ ഹ്യൂമൻ പോലെ മെഷീനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടൈപ്പാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് പൈത്തൺ, അതേമാതിരി C++, അങ്ങനത്തെ ലാംഗ്വേജിന്റെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒരു കൂടിച്ചേരലാണ് മെഷീൻ ലാംഗ്വേജ്. അപ്പം അങ്ങനത്തെ ലാംഗ്വേജ് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ഡാറ്റ മൈൻ ചെയ്തെടുക്കുന്നതാണ് മെഷീൻ ലാംഗ്വേജിലൂടെ നമ്മൾ പറയുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഡാറ്റ മൈനിങ് ടൂൾസുകളാണ് ഒറാക്കിൾ ഡാറ്റ മൈനിങ്, ഓറഞ്ച്, IBM, ടെറാഡാറ്റ, റാപ്പിഡ് മൈനർ. ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഡാറ്റ മൈനിങ് ടൂൾസ്. ഇതൊന്നും ടെക്സ്റ്റിലില്ല, ജസ്റ്റ് ഞാൻ തപ്പിയെടുത്തതാണ്. ടെക്സ്റ്റിൽ എത്ര ഒന്നും പറയുന്നില്ല, ടെക്സ്റ്റിൽ കുറച്ചേ പറയുന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ നമ്മൾ കോമൺ യൂസ് ആയിട്ട് ചെയ്യുന്ന, ഇപ്പോൾ ബാങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഫ്രോഡ് ഡിറ്റക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഈ ഡാറ്റ മൈനിങ് ടൂളാണ്, പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. അതേമാതിരി ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് കസ്റ്റമർ കെയറിന് കോള് വരുന്ന പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ വെച്ച് അതിൽ അനലൈസ് ചെയ്തിട്ടാണ് ഈ കോളുകളൊക്കെ വരുന്നത്. അത് നമുക്ക് ഏതൊക്കെ കോളർ ട്യൂൺ വേണം, നമുക്ക് എന്തൊക്കെ ഓഫർ വേണം, ഇതൊക്കെ നമ്മുടെ ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് അവർ നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്തു തരുന്നത്. അപ്പം ബാങ്ക് ട്രാൻസാക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ ഡാറ്റ മൈനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. എത്രയുള്ളൂ ഡാറ്റ മൈനിങ്? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് ഓർ മൈനിങ് നോളജ് ഫ്രം എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇത് ഓർത്ത് വെക്കുക. അടുത്തതാണ് നമ്മുടെ ടെക്സ്റ്റ് മൈനിങ്. ടെക്സ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ മൈനിങ് പോലെ തന്നെയാണ് ടെക്സ്റ്റ് മൈൻ ചെയ്തെടുക്കുക. അതായത് ആൾസോ നോൺ ആസ് ടെക്സ്റ്റ് ഡാറ്റ മൈനിങ്, TDM, ടെക്സ്റ്റ് ഡാറ്റ മൈനിങ്, എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് നോവൽ ഇൻഫർമേഷൻ ഫ്രം എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്. നോവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ വിവരങ്ങൾ ഫ്രം എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്. അതായത് പെർഫെക്റ്റ് ഫാക്ട്സ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക, നമ്മളിപ്പോൾ സെർച്ച് എഞ്ചിനിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. കണ്ടന്റ് സെർച്ചിങ് യൂസിങ് എ സെർച്ച് എഞ്ചിൻ ബേസ്ഡ് ഓൺ ദി സെർച്ച് ടേം ഓർ കീവേഡ്. ശരിയല്ല, നമ്മളിപ്പം ഗൂഗിൾ അല്ലെങ്കിൽ യാഹൂല് നമുക്ക് വേണ്ട ഒരു കീവേഡ് അടിച്ചിട്ടാണ് നമുക്ക് ഉള്ള കണ്ടന്റ് നമ്മൾ എടുക്കുക. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാവും.
ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയാൻ കാരണം എക്സാമ്പിൾ നോക്കാം. ഇപ്പം ബ്ലഡ് ക്യാൻസർ എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വരും, ബ്ലഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വരും, ക്യാൻസറിനെ കുറിച്ച് കൂട്ടി, അങ്ങനെ പല ബ്ലഡ് ക്യാൻസറിന് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡീറ്റെയിൽസും ഒരു ഓർഡർ ഇല്ലാതെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് മൊത്തം നമുക്ക് കാണിച്ചു തരും. അതാണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്താ സെർച്ച് എഞ്ചിൻ്റെ? ടു ലൊക്കേറ്റ് ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ ദി യൂസർ കീവേഡ്. നമ്മൾ കൊടുക്കുന്ന കീവേഡിനനുസരിച്ച് ഡോക്യുമെന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് സെർച്ച് എഞ്ചിൻ. അതിൽ എല്ലാ നമുക്ക് വേണ്ടാത്തതും ഉള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇവിടെയാണ് ഈ ഒരു പ്രോബ്ലം മറികടക്കാനാണ് എന്ത് വന്നത്? ഡിസ്കവറി എഞ്ചിൻ വന്നത്. ഡിസ്കവറി എഞ്ചിൻ എന്താ ചെയ്യുന്നത്? attempts to extract relevant textual data from a corpus of text. ഒന്നുകൂടെ വായിച്ചുതരാം. attempts to extract relevant textual data from a corpus of text. corpus of text എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് ടെക്സ്റ്റ്. വളരെയധികം അടക്കി വെച്ച ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ട ആക്ച്വൽ ഡാറ്റ അല്ലെങ്കിൽ റെലവൻറ്റ് ഡാറ്റ എടുത്തു തരും. അതാണ് ഡിസ്കവറി എഞ്ചിന്റെ പണി. ഇത് നമ്മുടെ ടെക്സ്റ്റില് രണ്ടാമത്തെ പാർട്ടിൽ 403 പേജിൽ ഒരു ചെറിയൊരു ഡയഗ്രാം കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കണം. അതായത് ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റയിൽ നിന്ന് നമുക്ക് സെർച്ച് എഞ്ചിൻ എങ്ങനെ ഡോക്യുമെന്റ്സ് എടുത്തു തരുന്നു. ആ കിട്ടിയ ഡോക്യുമെന്റ്സിനെയാണ് ഡിസ്കവറി എഞ്ചിന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കോർപ്പസ് ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു അടുക്കും ചിട്ടയിലും വെച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ ആരെടുത്ത് തരുന്നത്? ഡിസ്കവറി എഞ്ചിൻ എടുത്തു തരുന്നത്. യൂഷ്വലായിട്ടും ഇത് ലാർജ് IT കമ്പനീസിലൊക്കെയാണ് ഈ ടെക്സ്റ്റ് മൈനിങ് നടത്തുന്നത്. പിന്നെ IR വെൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് മൈനിങ്ങും ഡാറ്റ മൈനിങ്ങും ചെറിയ ടോപ്പിക്കാണ്. ഹലോ സാർ 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 റെഡി പോരെ? കേൾക്കുന്നില്ലേ? ആ ഇനി അടുത്ത പേപ്പറിനുള്ളത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അത് ടോപ്പിക് എന്താണെന്നുള്ളത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ശരി സാർ, താങ്ക് യു സാർ. ഇതില് ആഷിഫ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ സെമിനാർ എടുത്തിരുന്നോ? ആഷിഫ എന്ന് വന്നിട്ടില്ലേ? ആഷിഫ കഴിഞ്ഞ സെമിനാർ എടുത്താണോ? ഒരു ദിവസം ആബ്സെന്റ് കാണുന്ന 2 പേപ്പർ എടുത്തോ സെമിനാർ? മാനേജ്മെന്റിൽ ഒരു പേപ്പർ എടുക്കാണ്ട്, മറ്റേത് എടുത്തതായിരുന്നു. മാനേജ്മെന്റിലെ പേപ്പർ എടുത്തില്ലല്ലോ. അതെടുത്തിട്ടില്ല. അത് കോസ്റ്റിംഗ് ടെക്നിക്ക് എന്നുള്ളതാണ് കിട്ടിയത്. പക്ഷെ ടെക്നിക്സ് ആയിട്ടുള്ളതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. കോസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ടല്ലോ, മെത്തേഡ്സ് കാണുന്നുണ്ട്. അതാണ് പറയേണ്ടത്. അത് പറഞ്ഞാൽ മതി സർ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഞാൻ അതിന്റെ എഴുതിയത് സാർക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. മെത്തേഡ്സ് പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ ഒന്നുകൂടി കോസ്റ്റിംഗ് ടെക്നിക്സ് ആയിട്ട് കൊടുത്തത് ആണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് എടുക്കാൻ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരിക. യൂണിറ്റ് 8 പേജ് നമ്പർ 213 യൂണിറ്റ് 8. ഇവിടെയും ഗ്ലോബൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാംസ്, കുറേ പ്രോഗ്രാംസ് ഇതുപോലെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും തന്നെയാണ് ഇവിടെയും പറയുന്നത്. INIS, അഗ്രിസ, ഇൻഫോടെറ, യുനെസ്കോ, അസിൻകോ, മെഡലാർ, കാസ്, ഇൻസ്പെക്ടർ, ബയോസ്, 3 എണ്ണം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അതൊരു കോള് വന്നിട്ട് കട്ടായതാണ്. ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതിൽ INIS കാണാം നിങ്ങൾക്ക്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാനെന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഓർമ്മിച്ചിരിക്കേണ്ട കുറച്ചെണ്ണം മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയെല്ലാം ഒരേ സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എല്ലാം ചെയ്യുന്നത് ഇൻഫർമേഷൻ സർവീസ് ആണ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോഗ്രാംസ് ആണ് ഇത് ഓർത്തിരിക്കുന്നത്. അഗ്രീസ് പേജ് നമ്പർ 218 അഗ്രീസ് കാണാം. അഗ്രീസ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഡിസമിനേഷനും അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റാർ മാർക്കറ്റിലൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അതിൽ ഇതൊക്കെ ഷോർട്ട് ആൻസറിൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബുക്കിനകത്ത്. ഷോർട്ട് ആൻസറിൽ മാത്രമേ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാനുള്ള ചാൻസ് കുറവാണ്. ജസ്റ്റ് ഒരു പാരഗ്രാഫെങ്കിലും എഴുതാനുള്ളത് അറിഞ്ഞിരിക്കുക എന്താണ് ഓരോന്നിനെ പറ്റിയും, എന്താണ് അഗ്രീസ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതുപോലെ ഇൻഫോടെറ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. പേജ് നമ്പർ 223 ഇൻഫോടെറ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ഇതിൻ്റെ അതൊക്കെ അതിൽ അതിലും സ്റ്റാർ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 224. അല്ലാണ്ട് കുറേ കൊടുത്ത പാരഗ്രാഫായിട്ട് കൊടുത്തോ നിങ്ങൾ വായിക്കാൻ പോകേണ്ട. ആ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് എന്താണോ അവർ സ്റ്റാർ മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ബാക്കിയുള്ളതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, അതാണ് നല്ലത്. ഇൻഫോടെറ ടെക്നിക്കൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ സർവീസാണ് അവർ കൊടുക്കുന്നത്? ക്വറി റെസ്പോൺസ് സർവീസ്, അവൈലബിലിറ്റി ഓഫ് എൻവയോൺമെന്റൽ ലിറ്ററേച്ചർ, ബിബ്ലിയോഗ്രാഫി ഓൺ എൻവയോൺമെന്റൽ ടോപ്പിക്സ്, ഡയറക്ടറി ഓഫ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ സോഴ്സസ്, ആക്സസ് ടു ഇൻഫോടെറ ഇന്റർനെറ്റ് സർവീസ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. അല്ലാണ്ട് കൂടുതൽ വലിയ പാരഗ്രാഫ് മുഴുവനായിട്ടും വായിച്ചിട്ടുള്ള അതിന് സമയമൊന്നും നിങ്ങൾ കളയണ്ട, അതാണ് നല്ലത് കേട്ടോ. ഇൻഫോ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എങ്ങനെയെങ്കിലും ഷോർട്ട് ആൻസർ. മെഡിലാർ പേജ് നമ്പർ 228 മെഡിലാർ മെഡിക്കൽ ലൈബ്രറി, മെഡിക്കൽ റിലേറ്റഡ് ഇൻഫോർമേഷൻ അതിൻ്റെ ലൈബ്രറി ആയിട്ടുള്ളതാണ് ഈ മെഡിലാർ എന്ന് പറയുന്നത്. പിന്നെ അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രീവൽ സിസ്റ്റം എന്നാണ് മെഡിലാർ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രീവൽ സിസ്റ്റം, മെഡിക്കൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രീവൽ ലിറ്ററേച്ചർ അനാലിസിസ് ആൻഡ് റിട്രീവൽ സിസ്റ്റം, അതൊന്ന് ഓർത്തിരിക്കണം. ബിബ്ലിയോഗ്രാഫിക് ആക്സസ് NLM ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് ജസ്റ്റ് ഈ മെഡിലാറിനെ പറ്റി ഒരു പാരഗ്രാഫ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക അതെന്താണ് ചെയ്യുന്നത്. അത് മറ്റൊന്നും വ്യത്യാസം ആയിട്ടുള്ളതിനൊക്കെ ഉണ്ട്. അപ്പോൾ അഗ്രീസ് ആണെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്, മെഡിലാർ ആണെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആണ്. അങ്ങനെ സ്പെസിഫിക് ടോപ്പിക് ആയതുകൊണ്ടാണ്. ഇനി നമ്മളുടെ CAS, ഇതാണ് നമ്മളെ CAS പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ അടുത്ത പേജിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ CAS എന്നുള്ളത്, എങ്ങനെ കുറേ ടൈപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. CASന്റെ കുറേ ടൈപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞത് ഒറിജിനൽ CAS എന്ന് പറയുന്നത് നമ്മൾ ചെയ്തതല്ല, ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷേ അതിൽ ഫസ്റ്റ് കെമിക്കൽ അബ്സ്ട്രാക്ട് CA എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് 230 കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഏതാണ്ട് നമ്മൾ ചെയ്ത പോലെയാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ എ വീക്ക്ലി അബ്സ്ട്രാക്ട് ഇൻ ജേണൽ കവറിംഗ് അബ്സ്ട്രാക്ട് ഫ്രം ബോത്ത് ജേണൽ ആർട്ടിക്കിൾ ആൻഡ് പാറ്റന്റ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള CAS പ്രോഡക്റ്റ് ആണത്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അബ്സ്ട്രാക്ട് ഫ്രം ബോത്ത് ജേണൽ ആർട്ടിക്കിൾ ആൻഡ് പാറ്റന്റ് എന്ന് പറയുന്നത് അതിലുള്ള ജേണൽ ആർട്ടിക്കിളിന്റെ അബ്സ്ട്രാക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കുക. കുറേ ഇപ്പോൾ നമ്മൾ 2 ജേണലിൻ്റെ മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ പറയുന്നത് ഒരു വീക്ക് ഒരാഴ്ചയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു മന്ത്ലി വീക്കിലി ആണ് ഇവിടെ ഒരു വീക്കിൽ വരുന്ന കംപ്ലീറ്റ് ജേണലിൻ്റെ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ അബ്സ്ട്രാക്ട് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാഴ്ചയിൽ ഏതൊക്കെ ടോപ്പിക്കിൽ എന്തൊക്കെ റിസർച്ച് നടന്നു എന്നുള്ള ഒരു കറണ്ട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. അതാണ് ഈ CASൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അത്രയൊന്നും ചെയ്തില്ല. നമ്മൾ ആകെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആകെ 2 ജേണലിൻ്റെ അബ്സ്ട്രാക്ട് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഏതായാലും ഇതിലാണ് നമ്മൾ ചെയ്തത് ഉൾപ്പെടുക എന്ന് ഓർത്തിരിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറേ മോഡൽസ് ആണ് STN ഓൺ ദി വെബ്, STN EC എന്നൊക്കെ പറഞ്ഞ് കുറേ വേറെയും കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓരോ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പുതിയ ഒരു കെമിക്കൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യുന്നതും അതിനൊരു നമ്പർ, ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഐഡന്റിക്കൽ നമ്പർ ഉണ്ടായിരിക്കുന്നു. ആ നമ്പറും ഒക്കെ എഴുതുക. അതിൻ്റെ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉൾപ്പെടുന്നുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം CAS ആണ്, കെമിക്കൽ അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. അത് വേണ്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് അടുത്തതിലൊക്കെ പറയുന്നത്.
CAS രജിസ്ട്രി എന്നൊക്കെ പറയുന്നതാണ്, പ്രോഡക്റ്റ് ഫൈൻഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊന്നും ഇപ്പോൾ CAS എന്താണെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. അത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതിൽ മെഡുലാറും ഇൻഫോട്ടേറ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക നിങ്ങൾ. കുറേ ടൈമൊന്നും ഇവിടെ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണ്ട. ഇനി നിങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും എന്തായാലും ഒരു ഇൻഫോർമേഷൻ റിലേറ്റഡ് സംഭവമാണല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അങ്ങനെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഈ സംഭവങ്ങളെല്ലാം. അപ്പൊ അവർ ചെയ്യുന്ന കുറെ കോമൺ ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസ് ഒക്കെ നമുക്കറിയാലോ. അപ്പൊ അതൊക്കെ എല്ലാ കേസിലും ശരിയാണ്, നമ്മൾ എഴുതുന്നതും ശരിയാണ്, അല്ലാണ്ട് തെറ്റല്ല. അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. എന്തായാലും ഇൻഫോർമേഷൻ ഡിസെമിനേഷൻ ആണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിന്റെ യൂസേഴ്സിന് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒക്കെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതാണെങ്കിലും. അപ്പൊ നമ്മൾ ബുക്കിൽ കറക്റ്റായിട്ട് അങ്ങനെ വായിച്ച് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാണ്ടിരിക്കണ്ട കേട്ടോ, അങ്ങനെ ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അവന് JRF എടുക്കണം, ലൈബ്രറി സയൻസിൽ അവൻ JRF എടുക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷേ അവനിപ്പോൾ റിയലൈസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ 6 പേപ്പറിന് അസൈൻമെന്റ് എഴുതി കഴിഞ്ഞു, അവൻ ചെയ്തില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബുക്ക് നോക്കിയിട്ട് പകർത്തി എഴുതിയതാണ്, ഞാൻ വായിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് എഴുതിയിട്ടില്ല, സ്വന്തമായിട്ട് ഞാൻ വായിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ എഴുതിയതല്ല, ബുക്കിൽ നോക്കി എഴുതിയതാണ്, സാറ്റിസ്ഫൈഡ് അല്ല. 6 പേപ്പറിന്റെ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ആഗ്രഹം JRF എടുക്കുക എന്നുള്ളതാണ്. അവന് വായിച്ച് പഠിച്ചിട്ട് എഴുതണം. ഇത് എന്ത് നടക്കും? ഈ സാറ്റിസ്ഫാക്ഷനോടുകൂടി കംപ്ലീറ്റ് എഴുതിയിട്ട് ഇവൻ എന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാവും? 6 പേപ്പറിന്റെ എഴുതിയിട്ട് ഇവന് സാറ്റിസ്ഫൈഡ് ഇല്ല. ഇനി ക്വസ്റ്റ്യൻ മാറാൻ പോവാണ്. ഇനി ഈ പേപ്പർ മുഴുവൻ ഇവൻ ആദ്യം തൊട്ട് എഴുതിയെടുക്കണം. അത് മാർച്ച് ആകുമ്പോഴേക്കും ഇവൻ അത്രയും പഠിച്ചിട്ട് ഇവന് സാറ്റിസ്ഫൈഡ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആയിപ്പോകരുത്. നമ്മള് തൽക്കാലം എക്സാം എഴുതി രക്ഷപ്പെടുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് കംപ്ലീറ്റ് വായിച്ചു പഠിച്ച് എല്ലാം പൂർണ്ണതയിൽ എത്തിച്ചിട്ടൊന്നും ചെയ്യാനാവില്ല നമുക്ക്. അപ്പോൾ എക്സാം രക്ഷപ്പെടാനുള്ളതാണ് ഇപ്പൊ നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ പെർസെൻറ്റേജ് എന്നുള്ളത് പ്രോബ്ലം നമുക്ക് വരാനുള്ള ചാൻസ് തീരെ കുറവാണ്. കാരണം 30% ഓഫ് അസൈൻമെന്റ് നമ്മൾ ടോട്ടൽ മാർക്കിന്റെ കൂടെ കൂട്ടും. അപ്പൊ എന്തായാലും ഇപ്പോൾ 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും 20% എന്തായാലും കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ. പ്രാക്ടിക്കൽ സെമിനാറിന്റെ മാർക്ക് എല്ലാം കൂടെ വരുമ്പോൾ എന്തായാലും 30 20% നിങ്ങൾക്ക് വരേണ്ടതാണ് ഒരുവിധം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് പാസ്സാണെന്നുണ്ടെങ്കിൽ തന്നെ ടോട്ടൽ മാർക്ക് വരുമ്പോൾ എന്തായാലും 60 എത്തിയിരിക്കും. അതൊന്നും നമ്മൾ പ്രശ്നം അല്ല. അസൈൻമെന്റ് പ്രാക്ടിക്കൽ ഉള്ളിടത്തോളം കാലം ടോട്ടൽ മാർക്ക് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആ ചാപ്റ്ററും അവിടെ കഴിഞ്ഞു. യൂണിറ്റ് 9ലേക്ക് വരിക. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ. ഇനി ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ തന്നെയാണ് അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞു. ഇതുവരെ പറഞ്ഞു പോരാൻ ഇനിയും ബാക്കിയുള്ളതും കൂടെ പറയുന്നത്. അപ്പൊ ഫുള്ള് ഓർഗനൈസേഷന്റെ കാര്യവും ഈ ബുക്കിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ലൊരു റെഫറൻസ് ബുക്കാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും നോക്കേണ്ടി വന്നാൽ നോക്കാനുള്ള നല്ല റെഫറൻസ് ബുക്കാണ് നമ്മളെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഓർഗനൈസേഷനെ പറ്റി വളരെ ഡീറ്റെയിൽസ് നമ്മളെ ബുക്കിനകത്ത്. ഇതിലും നിസ്കെയറും നാസ്ഡോക്കും ഡെസിഡോക്കും ഇതൊക്കെ പിന്നെ റിയലൈസിന് കുറെ പഠിച്ചാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ് പറയുന്നത്. നിസ്കെയറും നാസ്ഡോക്കും ഡെസിഡോക്കും നമ്മൾ പഠിച്ചാണ്. ഡെസിഡോക്ക് വരുമ്പോൾ ഡിഫൻസ് ആണ്, അത് ഓർമ്മിക്കണം. പിന്നെ യുനെസ്കോ നമുക്കറിയാം, PGL ഒക്കെ പഠിച്ചാണ്. FID കോഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ്റെ കോഡാറ്റ കമ്മിറ്റി കോഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോഡാറ്റ FID ഇതൊക്കെ റിയലൈസിന് പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ട് മാത്രം മതിയാവും. അപ്പോൾ അതിൽ നിസ്കെയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ റിസർച്ച് അല്ല റിസോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ഒക്കെ സ്റ്റാർ മാർക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ടു റിറ്റെയിൻ ഓൾ ദി സയന്റിഫിക് പീരിയോഡിക്കൽ. ഇത് സയൻസ് ആൻഡ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ടത് സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവർ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? റിസീവ് ആൻഡ് റിറ്റെയിൻ ഓൾ ദി സയന്റിഫിക് പീരിയോഡിക്കൽസ്. സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ സയൻസ് റിലേറ്റഡ് കറണ്ട് ഇൻഫോർമേഷൻ കിട്ടുന്നത് ജേണലാണ്. ജേണൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റിസർച്ച് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിനകത്ത് കിട്ടും. അപ്പോൾ അത് ഇവർ കളക്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് റിസീവ് ആൻഡ് റിറ്റെയിൻ ഓൾ സയന്റിഫിക് പീരിയോഡിക്കൽ. പിന്നെ ടു ആൻസർ സ്പെസിഫിക് ക്വറീസ് ഫോർ യൂസേഴ്സ് ഫ്രം ഇൻഫോർമേഷൻ അവൈലബിൾ ഇൻ ദി കൺട്രി ആൻഡ് എൽസെയർ. യൂസേഴ്സിന്റെ ഇൻഫോർമേഷൻ നീഡ്സ് ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ള അതിനുള്ള ആൻസർ കൊടുക്കാം. അതിൽ ടു ഇൻഫോം സയന്റിസ്റ്റ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഓഫ് ആർട്ടിക്കിൾ വിച്ച് മേ ബി ഓഫ് വാല്യൂ ടു ദം ബൈ ഇഷ്യൂയിങ് എ മന്ത്ലി ബുള്ളറ്റിൻ അബ്സ്ട്രാക്ട്. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് ഇപ്പോൾ ഇവർ ജേണൽ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേണൽ ആർട്ടിക്കിൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അത് സയൻറ്റിസ്റ്റിനും എഞ്ചിനീയേഴ്സിനും അറിയിക്കുക. കാരണം അവർക്ക് സയൻസ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എത്രയും വേഗം അത് യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ എത്രയും വേഗം യൂസേഴ്സിനെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് സയന്റിഫിക് ഇൻഫോർമേഷന്റെ പ്രത്യേകത. മറ്റുള്ളത് പോലെ അല്ല അത്. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പൊ നമുക്കിപ്പോൾ കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സയന്റിഫിക് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അത് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ അത് യൂസേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് എത്രയും വേഗം അത് എത്തേണ്ടതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും സയന്റിഫിക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഏതും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതും എത്രയും വേഗം ഡിസമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ജേണൽ ആർട്ടിക്കിൾസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ഇവർക്ക് ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് എത്രയും വേഗം യൂസേഴ്സിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. അതാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇത് സപ്ലൈ ഫോട്ടോ കോപ്പീസ് ഓഫ് സയന്റിഫിക് ആർട്ടിക്കിൾ റിക്വയർഡ് ബൈ സയന്റിസ്റ്റ്. പിന്നെ അതിന്റെ കോപ്പീസ് ഒക്കെ വേണം. ഈ പ്രൂഫ് വേണമല്ലോ, ഇതിന് നമുക്ക് പ്രൂഫ് വേണം സയൻസ് റിലേറ്റഡ് ആകുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും അതിന്റെ കോപ്പീസ് ഒക്കെ ഇവർക്ക് ആവശ്യമായിട്ട് വരും. അല്ലാണ്ട് വെറുതെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഫോട്ടോ കോപ്പീസ് ഒക്കെ കൊടുക്കാം. പിന്നെ ട്രാൻസ്ലേഷൻ ഓഫ് സയന്റിഫിക് മെറ്റീരിയൽ അവൈലബിൾ ടു ആക്ട് ആസ് എ റെപ്പോസിറ്ററി പബ്ലിഷ് റിപ്പോർട്ട് ഓഫ് ദി സയന്റിഫിക് വർക്ക്. എവിടെ എന്തൊക്കെ സയന്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നോ അതിന് റെപ്പോസിറ്ററി ആയിട്ട് അതൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അത് കളക്ട് ചെയ്ത് അവർ സൂക്ഷിച്ചിരിക്കണം എന്നുള്ള പുതിയ ചാനൽ ത്രൂ സയന്റിഫിക് വർക്ക് ഓഫ് എല്ലാവരിലേക്കും എല്ലാവരിലേക്കും ഈ സംഭവങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ മിസ്കെയറിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇത്രയും പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ട്. മിസ്കെയർ എന്ന് പറയുന്നത് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അവർ ചെയ്യേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന എവിടുന്നാണ്? റിസർച്ച് ജേണലിലാണ് കിട്ടുന്നത്. അപ്പോൾ ജേണൽ ആർട്ടിക്കൽ റിവ്യൂ കളക്ട് ചെയ്യുക. അത് ഏറ്റവും അതിൻ്റെ യൂസേഴ്സ് ആയിട്ടുള്ള എത്രയും വേഗം ആർക്കാണോ, സയന്റിസ്റ്റ് ആണോ, എഞ്ചിനീയേഴ്സ് ആണോ, ഡോക്ടേഴ്സ് ആണോ, അവരുടെ കയ്യിലേക്ക് അത് എത്തിക്കുക. അതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ ഈ ഫോട്ടോ കോപ്പീസ് നമ്മൾ ചെയ്യുക. പിന്നെ റെപ്പോസിറ്ററി ആയിട്ട് വർക്ക് ചെയ്യുക. ഇതൊന്നും ഇനി വായിച്ച് പഠിക്കാൻ പോകണ്ട. ഇപ്പൊ തന്നെ ഓർഡറെല്ലാം ഓർത്തിരിക്കുക എന്തൊക്കെ ആയിരിക്കും അവർ ചെയ്യേണ്ടി വരിക. മിസ്കെയറിന്റെ കാര്യം. പിന്നെ അവർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് അതുപോലെ എല്ലാ മിക്കവാറും ഓർഗനൈസേഷനുകളുടെ ഒരു ആക്ടിവിറ്റി പബ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കേട്ടോ. പബ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സയന്റിഫിക് റിസർച്ച് ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ബുള്ളറ്റിൻ ആയിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് ലെറ്റർ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാ ഓർഗനൈസേഷനും പബ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഏതിൻ്റെതാണെങ്കിലും അതിന്റെ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് പബ്ലിക്കേഷൻ പറയും. ഇവർ ചെയ്യുന്ന കുറേ ഇവർ ചെയ്യുന്നുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് CSIR ന്യൂസ് ആൻഡ് CSIR സമാചാർ, റോ മെറ്റീരിയൽ മ്യൂസിയം, പോപ്പുലർ സയൻസ് മാഗസിൻ, പോപ്പുലർ സയൻസ് ബുക്സ്, ഇൻഫോർമേഷൻ സർവീസ്, ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഡേറ്റാബേസ്, ഇലക്ട്രോണിക് പബ്ലിഷിംഗ്, പിന്നെ ഇൻഫോർമേഷൻ റിസോഴ്സ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, കൺസൾട്ടൻസി സർവീസ്. ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ജേണൽ ഏതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേരൊക്കെ അവിടെ കൊടുത്തു. ജേണൽസ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ ജേണൽ ഓഫ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ JRFകാരാണ് ഇതൊക്കെ കംപ്ലീറ്റ് പഠിച്ചു വെക്കേണ്ടത്. അവർക്കാണ് ഇതൊക്കെ കംപ്ലീറ്റ്, എന്നാലേ ഇവർക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ സയൻസ് അബ്സ്ട്രാക്ട്, മെഡിക്കൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ് ആൻഡ് അബ്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ സയൻസ് അബ്സ്ട്രാക്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. ഇനി അത് ഓരോന്നും പ്രത്യേകം കൊടുത്തതാണ്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ വായിച്ചാൽ പറയുന്നില്ല. അപ്പോൾ മിസ്കെയറിനെ പറ്റി ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കാം. സയൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സയൻസ് ഇൻഫോർമേഷൻ ഡിസമിനേഷൻ ആണ് ഇവർ ചെയ്യുന്നത്. സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ഡിസമിനേഷൻ ആണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിനവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അത്രയാണ് പറഞ്ഞത്. ജേണൽ കളക്ട് ചെയ്യുന്നതും റിവ്യൂ അബ്സ്ട്രാക്ട് ഉണ്ടാക്കുന്നതും അങ്ങനെ അത് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും ആർക്കാണോ അത് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ മിസ്കെയർ ഏതാണ്ട് ഒരു ഐഡിയ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് കൂടുതലൊന്നും വായിച്ച് പഠിച്ചുകൊണ്ടൊന്നും കളയണ്ട. അത് ഓർത്തിട്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അവരെന്തൊക്കെയാണ് ചെയ്യപ്പെടുന്നത്. നാസ്ഡോക്കാണ് സോഷ്യൽ സയൻസ് ഡോക്യുമെന്റേഷൻ സെന്ററിൽ അവിടെയും കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ടു പ്രൊവൈഡ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സപ്പോർട്ട് സർവീസ് ടു റിസർച്ച്. എല്ലാ ഓർഗനൈസേഷൻ്റെയും ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും റിസർച്ചേഴ്സിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ടിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാത്രം പറഞ്ഞാൽ വരുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം.
ആക്റ്റീവായിട്ട് സപ്പോർട്ടിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഡിസ്കെയർ ആണെങ്കിൽ സയൻസ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യും, ഇവിടെ സോഷ്യൽ സയൻസ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ടു പ്രൊവൈഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സപ്പോർട്ട് സർവീസ് ടു ദി റിസർച്ചേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സയൻസ്. ടു പ്രൊവൈഡ് ആൻഡ് സപ്പോർട്ട് ദോസ് വർക്കിംഗ് ഇൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓട്ടോണമസ് റിസർച്ച് ഓർഗനൈസേഷൻ, പോളിസി മേക്കിംഗ്, പ്ലാനിങ്. പറഞ്ഞല്ലോ നമ്മൾ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ആകുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ, പ്ലാനിങ്ങിൽ, പോളിസി മേക്കിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനുകൾ അവിടെ ആയിരിക്കും. പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അതുപോലെ നാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഒക്കെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കൂടുതൽ പോളിസി മേക്കിംഗ്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടു ഡിസമിനേറ്റ് ഇൻഫോർമേഷൻ ഓഫ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. അത് നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് റിസർച്ചിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ റിവ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ അതിൽ ഡെവലപ്മെന്റ് ഡിസമിനേറ്റ് ചെയ്യാം. അതുപോലെ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രാഫിക് പ്രോജക്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. പിന്നെ ടു കണ്ടക്ട് ഷോർട്ട് ടേം ട്രെയിനിങ് കോഴ്സസും റിഫ്രഷ്മെന്റ് കോഴ്സസ്, സിമ്പോസിയം, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ. To make available study grant to doctoral students for collection of research materials from libraries located in various parts of the country. Grant സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് അതിനൊക്കെ കൊടുക്കും. അത് എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും മിക്കവാറും ആളുകൾ സ്കോളർഷിപ്പ് ഒക്കെ റിസർച്ചേഴ്സിന് കൊടുക്കും. പിന്നെ നാസ്ഡോക് സർവീസ്, ലൈബ്രറി ആൻഡ് റെഫറൻസ് സർവീസ്, ലിറ്ററേച്ചർ സർവീസ്, ബിബ്ലിയോഗ്രാഫിക് കമ്പൈലേഷൻ ഓഫ് ബുക്സ്. ബിബ്ലിയോഗ്രാഫിക് സർവീസ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഡോക്യുമെന്റ് ഡെലിവറി സർവീസും മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ്. അക്വിസിഷൻ ഓഫ് പബ്ലിഷ്ഡ് ബിബ്ലിയോഗ്രാഫി, ഡയറക്ടറി, റെഫറൻസ് സോഴ്സ്, നേരത്തെ പറഞ്ഞ റെപ്പോസിറ്ററി പോലെ ചെയ്യും. അതുപോലെ നാസ്ഡോക്കിന്റെ ഡേറ്റാബേസുകളെ പറ്റി കുറേ എണ്ണം ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോവുക. എന്താണ് നാസ്ഡോക്ക്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഇത്രയും പറഞ്ഞ ഒബ്ജക്റ്റീവ് എന്താണ്, ഇവർ ചെയ്യുന്ന സർവീസ് ഇതാണ്. കഴിയുന്നതും നമ്പർ ഇട്ട് എഴുതാം. ഇനി ക്വസ്റ്റ്യൻസിന്റെ ഇന്യൂമറേറ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്പർ ഇട്ട് തന്നെ എഴുതണം. ഇന്യൂമറേറ്റ് ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. അല്ലാണ്ട് ക്വസ്റ്റ്യന്റെ വേർഡ് എന്തെങ്കിലും കാണുമ്പോഴേക്കും നമ്മൾ എഴുതി കൂട്ടുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. നാസ്ഡോക്കിൽ അത്രയും മതി. ഇനി ഡിഫൻസ് സയന്റിഫിക് ഇൻഫോർമേഷൻ ഡോക്യുമെന്റേഷൻ സെന്റർ, അതിൽ ഒബ്ജക്റ്റ് ഇപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടാണ് വരേണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ആസ് എ സെൻട്രൽ സോഴ്സ് ഫോർ പ്രൊവൈഡിങ് സയന്റിഫിക് ഇൻഫോർമേഷൻ ഡോക്യുമെന്റേഷൻ. അതാണ് ഒന്ന്. രണ്ടാമത് ഡെവലപ്പ് ആൻ ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി. അവർക്ക് വേണ്ട ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അത് കളക്ട് ചെയ്ത് വേഗം അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുക. ഇതാണ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് യൂസർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ദി ഫീൽഡ് ഓഫ് സയന്റിഫിക് ഇൻഫോർമേഷൻ. പിന്നെ ടു പ്രൊവൈഡ് കൺസൾട്ടൻസി ആൻഡ് റെഫറൻസ് സർവീസ്. അപ്പോൾ ഇതൊരു ഡെസിഡോക്ക് എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ഇൻഫോർമേഷൻ സെന്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമുക്ക് അവിടെ കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എങ്കിലും നമുക്ക് അവിടെ കിട്ടണം. റെഫറൻസ് സർവീസ് കൂടെ അവർ ചെയ്തിരിക്കണം. അപ്പോൾ ആരെങ്കിലും ഒരു ഡിഫൻസ് ഇൻഫോർമേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതില്ല എന്നുള്ള നോ എന്നുള്ളൊരു ആൻസർ വരാൻ പാടില്ല, എവിടെ കിട്ടുന്നെങ്കിലും പറഞ്ഞിരിക്കണം. പിന്നെ സാധാരണ ലൈബ്രറി സർവീസുകൾ, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് ഡിസമിനേഷൻ, ഡേറ്റാബേസ് ഡെവലപ്മെന്റ്, DRD പബ്ലിക്കേഷൻ, ട്രെയിനിങ്, ഇതൊക്കെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ടെക്നിക്കൽ സർവീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇവരും കുറേ സാധനങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് സയൻസ് ജേണൽ, പോപ്പുലർ സയൻസ് ആൻഡ് ടെക്നോളജി, DRDO ന്യൂസ് ലെറ്റർ, ഡൈജസ്റ്റ്, ഇതൊക്കെ ഇവരും പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ പബ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, നമ്മളല്ലാണ്ട് ഓരോന്നിനും പേരെടുത്ത് പറഞ്ഞോളൊന്നുമില്ല, നിങ്ങൾ എഴുതുന്ന സമയത്ത്. പിന്നെ ഇന്റർനാഷണൽ ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ, യുനെസ്കോ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്, കുറേ കുറേ പഠിച്ചാണ് യുനെസ്കോ എന്താ ചെയ്യുന്നത്. അതൊന്നും ഞാനിനി പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്നും നോക്കി വെച്ചാൽ മാത്രം മതി. എന്തൊക്കെ എഴുതാൻ പറ്റുന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവരും ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് ഇപ്പം എല്ലാ കേസിലും വന്നു. ട്രെയിനിങ്, ബുക്ക് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. യുനെസ്കോ കറണ്ട് ലൈബ്രറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നില്ല, അതൊന്നും ജസ്റ്റ് നിങ്ങൾ വായിച്ച് പോവുക. യുനെസ്കോസ് ആക്ടിവിറ്റീസ് പിന്നെ PGI ജനറൽ ഇൻഫോർമേഷൻ പ്രോഗ്രാം, പേജ് നമ്പർ 255 PGI ജനറൽ ഇൻഫോർമേഷൻ പ്രോഗ്രാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് അതൊക്കെ ഷോർട്ട് ആൻസറിലൊക്കെ വന്നെങ്കിലും അല്ലാതൊക്കെ BLIS കഴിഞ്ഞു പോയതാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അത്ര അങ്ങനെ ചോദിച്ച് കാണാറില്ല. ഇവിടെ ഇൻസിഡന്റ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണാറുള്ളത്. ഇംപ്ലിമെന്റ്, ഡിസ്പാച്ച്, യുനെസ്കോ വരാറുണ്ട്. യുനെസ്കോ ഇവിടെ ചോദിക്കാറുണ്ട്. ഇപ്ലേ നമ്മൾ ലൈബ്രറി BLIS ഡീറ്റെയിൽ ആയിട്ട് പോയതാണ്. പക്ഷേ ഇവിടെ ഇതിന് വരാറുണ്ട്, അതൊക്കെ ഇപ്ല ചോദിക്കാറുണ്ട്.
ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതുപോലെ അസോസിയേഷനിൽ വെച്ച് നിർത്തരുത്, ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ടെസ്റ്റിലാണ് നിങ്ങളോട് തെറ്റിക്കുക. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി ആൻഡ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിലായി കഴിഞ്ഞു, പക്ഷേ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ 1927 ഫൗണ്ടഡ് ഇൻ 1927 പറഞ്ഞിട്ടുണ്ട് അവിടെ. അതൊക്കെ ജസ്റ്റ് ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ഇതൊക്കെ ടെസ്റ്റിലാണ് ചോദിക്കുക. ഇതിന്റെ സ്ഥലം എവിടെയാണെന്നുള്ളത്, ഏത് ഇയറാണ്, അതൊക്കെ ടെസ്റ്റിലാണ് ചോദിക്കുക. ഹേഗ് നെതർലാൻഡ്സിലാണ് വന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്, സ്ട്രക്ചർ, മെമ്പർഷിപ്പ്, അതൊക്കെ അത്രയൊന്നും നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്, KLP, TLM, കമ്മിറ്റി ഓഫ് കോപ്പിറൈറ്റ് ആൻഡ് അതർ ലീഗൽ മാറ്റേഴ്സ്, അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ നോക്കി വെക്കാം. ഞാൻ പറയാത്തതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ. അറിയാം, കുറെ കാര്യങ്ങൾക്ക് അറിയാം, കുറെ നിങ്ങൾ ഓർഡറിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. ഇനി അത് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അത് നിങ്ങൾ അതുപോലെ തന്നെ ഓർത്തിരുന്നാൽ മാത്രം മതി. അതുപോലെ FID 262 FID കൊടുത്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ FID. അതും അത് FID ഉള്ളതിലല്ല അതിന്റെ എക്സ്പാൻഷൻ ഇരിക്കുന്നത്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ് ഇരിക്കുന്നത്, അതൊന്നും ഓർത്തിരിക്കണം. അതിലും ഒബ്ജക്റ്റീവും മെമ്പർഷിപ്പും ഓപ്പറേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി നോക്കിയാൽ മാത്രം മതി. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞതാണ് കംപ്ലീറ്റ്. കോഡാക്ക നമ്മൾ നേരത്തെ മറ്റേ പേപ്പറിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, അതൊന്നും ഞാനിനി പറയുന്നില്ല. അതിൽ ഒബ്ജക്റ്റീവ് എന്താ, ആക്ടിവിറ്റീസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഇത്ര അങ്ങോട്ടേക്ക് പോകില്ല സാധാരണ കേട്ടോ. ഇതിലിപ്പോൾ ഡെസിഡോക്കോ അനിസ്കെയറോ അവിടെ പിടിക്കും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇല്ലെങ്കിലും അവിടെ ഏതെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ ചോദിക്കുന്നത്. അതിൻ്റെ അപ്പുറം പോകാനുള്ള ചാൻസ് കുറവാണ്. ഇത്രയും ഒരു ബോറിംഗ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ 3-4 ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമുക്ക് അത്രയൊരു രസകരമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുന്നതല്ല. കംപ്ലീറ്റ് ഓർഗനൈസേഷൻ ആണ് കൊടുത്തിട്ട്, നെറ്റ്വർക്കും ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, സബ്ജക്റ്റ് ഏതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഏതാണെന്ന് നോക്കി വെക്കുക. എന്നിട്ട് ബാക്കി ഒബ്ജക്റ്റീവ്സും സർവീസും ഒക്കെ എല്ലാം കോമൺ ആണ്, ഏതാണ്ട് എല്ലാം കോമൺ ആണ്. അപ്പം അതിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന ഓർഡർ ആക്കി വെക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ 1-2 നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് എഴുതി വരും, കാരണം 3-4 ചാപ്റ്റർ വരുന്നതല്ലേ. അപ്പോൾ 1-2 ക്വസ്റ്റ്യങ്ങൾ ഇവിടുന്ന് പിടിക്കേണ്ടി വരും എന്തായാലും. അപ്പം ജസ്റ്റ് എഴുതാനുള്ളത് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കി. ഒരു ബുക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇത്രയും പേജസ് ഉണ്ടെങ്കിലും ആകെ 2 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. 4 ചോദിക്കും, 2 എഴുതാനുള്ളത് നമുക്ക് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ബുക്കിന് മാത്രം ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 ബ്ലോക്കല്ലേ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ബ്ലോക്ക് എഴുതേണ്ടത് നിങ്ങൾക്ക് സെലക്ഷൻ നടത്തുക, എന്നിട്ട് പഠിക്കുന്നതാണ് ഒരു ബുക്കും കൂടെ കംപ്ലീറ്റ് നടത്തുന്നത്. ബാക്കി സമയം അടുത്തൊരു ക്ലാസ്സും കൂടെ. അടുത്തതിൽ ഇഷ്ടംപോലെ ടെസ്റ്റുകളിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇഷ്ടംപോലെ കിടക്കുന്നത്. അടുത്ത ബ്ലോക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ലൈബ്രറിയൻ ആവുമ്പോൾ ഒരിക്കലും നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട കുറേ കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് പാർട്ട് 1 ഉള്ള യൂണിറ്റ് 10 ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് പാർട്ട് 1 അതൊന്നും ഇത് നിങ്ങൾ അധികമൊന്നും DLA പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് പേരൊക്കെ മാത്രമേ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാകാൻ ചാൻസ് കുറവ് ഇവിടെ. അപ്പോൾ ഇതിൽ നിങ്ങളോട് പറയുന്നത് കുറേ പ്രോഡക്റ്റുകളായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോഡക്റ്റുകൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ന്യൂസ് ലെറ്റർ, ഹൗസ് ജേണൽ, ട്രേഡ് ആൻഡ് പ്രോഡക്റ്റ് ബുള്ളറ്റിൻ. ഇതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ ഇത്രയാണുള്ളത്. ന്യൂസ് ലെറ്ററും ഹൗസ് ജേണൽസും ട്രേഡ് ആൻഡ് പ്രോഡക്റ്റ് ബുള്ളറ്റിൻ, ഇത് 3 ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അടുത്തതിൽ പിന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ റിവ്യൂ, അതൊക്കെയാണ് അടുത്ത ചാപ്റ്ററിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് ആണ്. ഇതാണ് ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മളെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ലൈബ്രറിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ പ്രോഡക്റ്റ്. നിലവിലുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ഇൻഫോർമേഷൻ പ്രോഡക്റ്റ്. അപ്പോൾ ന്യൂസ് ലെറ്റർ ഫസ്റ്റ് വരുന്ന ന്യൂസ് ലെറ്റർ. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കറിയാം. ടെസ്റ്റുകളിൽ നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. എന്താണ് ന്യൂസ് ലെറ്റർ, എന്താണ് ബുള്ളറ്റിൻ, അതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളാണ്. ഹൗസ് ജേണൽസ് പറഞ്ഞാൽ എന്താണ്,
ഇതൊക്കെയാണ് നമ്മൾ വ്യത്യാസങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനാവും. അപ്പോൾ പേജ് നമ്പർ 284 ന്യൂസ് ലെറ്റർ അതെന്താന്നുള്ളത് അതിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ ലൈനിൽ കാണാം നിങ്ങൾക്ക് റീസെന്റ് ഇൻഫർമേഷൻ ടു എ സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. അതിൽ വലിയ സെന്റൻസ് ഞാൻ ചുറ്റി പറഞ്ഞാണ്. ന്യൂസ് ലെറ്റർ എന്നുള്ളതിൽ രണ്ടാമത്തെ ലൈനിൽ കാണാം നിങ്ങൾക്ക് റീസെന്റ് ഇൻഫർമേഷൻ, പിന്നെ അതിന്റെ ലാസ്റ്റിലേക്ക് കാണാം ടു എ സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. അതാണ് ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞ സാധനം. റീസെന്റ് ഇൻഫർമേഷൻ ടു എ സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. അവിടെ വലിയ സെന്റൻസ് ആണ് കൊണ്ട് ഞാൻ ചുറ്റി പറഞ്ഞത് റീസെന്റ് ഇൻഫർമേഷൻ ടു എ സ്പെഷ്യൽ യൂസേഴ്സ്. സ്പെഷ്യൽ യൂസേഴ്സിനുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ന്യൂസ് ലെറ്റർ. റീസെന്റ് ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഏതാ? ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ എല്ലാ യൂസേഴ്സിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ജനറൽ റീസെന്റ് ഇൻഫർമേഷൻ ആണ്. ഇന്നലെ നടന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കിട്ടുന്ന റീസെന്റ് ഇൻഫർമേഷൻ ആണ്. പക്ഷെ അതായിരിക്കാം സ്പെസിഫിക് യൂസേഴ്സിനല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ന്യൂസ് പേപ്പറും ന്യൂസ് ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ഇന്റർവ്യൂലൊക്കെ ലൈബ്രറിയന്മാരുണ്ടെങ്കിൽ, ഇന്റർവ്യൂ പാനലിൽ ലൈബ്രറിയന്മാരിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിക്കും. നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല എന്ന് വരുത്താൻ ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേപ്പറും ന്യൂസ് ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ടും ന്യൂസ് ആണ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ന്യൂസ് പേപ്പർ ഈസ് ജനറൽ, ന്യൂസ് ലെറ്റർ ഈസ് സ്പെഷ്യൽ. അതാണ് പറയുന്നത്. ജനറൽ യൂസേഴ്സിനുള്ളതാണ് ന്യൂസ് പേപ്പർ, സ്പെസിഫിക് യൂസേഴ്സിനുള്ളതാണ് ന്യൂസ് ലെറ്റർ. ഇതാണ് പറയുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ ന്യൂസ് ലെറ്റർ എന്താണുള്ളത്? റീസെന്റ് ഇൻഫർമേഷൻ ഓൺ ന്യൂസ് ഇഷ്യൂസ് ഓഫ് ഇൻട്രസ്റ്റ് സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് പബ്ലിഷ്ഡ് പീരിയോഡിക്കലി. അവിടെ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കാനാണ് ഇത്രയും ചുരുക്കി ഞാൻ പറഞ്ഞത്. റീസെന്റ് ഇൻഫർമേഷൻ ഫോർ പെർട്ടിക്കുലർ ന്യൂസ്, സ്പെസിഫിക് ന്യൂസ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് മനസ്സിലാവും. ഹിസ്റ്ററി ഓഫ് ന്യൂസ് ലെറ്റേഴ്സ് ഒന്നും നിങ്ങളിപ്പോൾ പഠിച്ചോളുന്നത് നമ്മൾ അറിയേണ്ട കാര്യം ഇല്ല. ഹിസ്റ്ററി ഒന്നും അതിൽ ടൈപ്പ് ഓഫ് ന്യൂസ് ലെറ്റേഴ്സ് ആണ് പിന്നെ ഒരു കാര്യം പറയുന്നത്. R&D ഓർഗനൈസേഷൻ. ഇനി ആരൊക്കെയാണ് ഈ ന്യൂസ് ലെറ്റർ ഇറക്കുന്നത്? എല്ലാവർക്കും ന്യൂസ് ലെറ്റർ ഇറക്കണ്ട. ഇഗ്നോ ന്യൂസ് ലെറ്റർ ഇറക്കാറുണ്ടായിരുന്നു നേരത്തെ. ന്യൂസ് ലെറ്റർ ഇഗ്നോ അതാർക്ക് വേണ്ടിയിട്ടാണ്? ഇഗ്നോയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പെസിഫിക് യൂസേഴ്സിനാണ്. അപ്പോൾ അതിലെന്താ ഉണ്ടാവുക? ന്യൂസ് ഇഗ്നോ പുതിയതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സിലബസിലോ അല്ലെങ്കിൽ ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ഏറ്റവും കറണ്ട് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇനി എന്തെങ്കിലും സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ ഒക്കെ എവിടെയെങ്കിലും സംഘടിപ്പിക്കുന്നെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ്. അങ്ങനെ ഇഗ്നോയുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇഗ്നോയുടെ ന്യൂസ് ലെറ്ററിൽ വരിക. അത് ഇഗ്നോയിലെ സ്റ്റുഡൻസിനും സ്റ്റാഫിനും വേണ്ടി മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ന്യൂസ് ലെറ്റർ എന്നുള്ളത്. അപ്പോൾ അതിനി ആരൊക്കെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. R&D ഓർഗനൈസേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതുപോലെ അസോസിയേഷൻസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി ന്യൂസ് ലെറ്റർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ന്യൂസ് ലെറ്റർ ഇപ്പോണ്ടോന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നുണ്ട് ന്യൂസ് ലെറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ പ്രൈവറ്റ് കമ്പനികളൊക്കെ, ഇൻഡസ്ട്രീസ് ഒക്കെ ന്യൂസ് ലെറ്റർ ഇറക്കും. അപ്പോൾ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫിനെ അറിയിക്കുക എന്നുള്ളതാണ് ന്യൂസ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസുകളായിട്ടുള്ള സംഭവങ്ങളാണ് അതിനകത്ത് അവർ കൊടുക്കുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂസ് ലെറ്റർ സെർവ് ആസ് എ മീഡിയം ഓഫ് പബ്ലിസൈസ് ഓർ പ്രൊമോട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിന് പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആളുകളെ അറിയിക്കേണ്ടേ, സ്റ്റുഡൻസിനെ അറിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ കോഴ്സ് ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ സർവീസ് എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക. പിന്നെ അനൗൺസ് കറണ്ട് ആൻഡ് ഫോർകമിംഗ് ഇവന്റ് ലൈക്ക് കോൺഫറൻസ്, സെമിനാർ, വർക്ക്ഷോപ്പ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് യൂസേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ന്യൂസായിട്ട് അവരെ അറിയിക്കുക. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ അവർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റി, പേഴ്സണൽ ഇൻഫർമേഷൻ, അപ്പോയിൻമെന്റ്, പ്രൊമോഷൻ. അപ്പോൾ ആർക്കെങ്കിലും പുതിയ പ്രൊമോഷനൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ പുതിയ അപ്പോയിൻമെന്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ പുതിയ എന്തെങ്കിലും പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത്, വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയിക്കുന്നുള്ളതാണ്. ഇനി അതിന്റെ കണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളത് അവിടെ അതിന്റെ ലാസ്റ്റിലേക്കുള്ള സെന്റൻസ് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ 85 ഏറ്റവും ലാസ്റ്റ് അബൌട്ട് പ്രോഗ്രാംസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഗ്രാൻഡ് ഫെലോഷിപ്പ്, അവാർഡ് ആൻഡ് റിവാർഡ്സ്, പേഴ്സണൽ കോൺഫറൻസ്, സെമിനാർ ആൻഡ് വർക്ക്ഷോപ്പ്. ഇത്തരം സംഭവങ്ങളാണ് അതിലെ കണ്ടന്റ് ആയിട്ട് വരിക. ന്യൂസിന്റെ കണ്ടന്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മുഴുവനായിട്ട് വായിക്കാനൊക്കെ പോകണ്ട, അതിനാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതാണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്താണ് ന്യൂസ് ലെറ്റർ, അതറിഞ്ഞാൽ മതി. ഇത്രയും വായിച്ചു വരുമ്പോഴേക്കും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ
ഓർത്തിരിക്കുക എന്താണ് ന്യൂസ് ലെറ്റർ, അതിലെന്താണ് ഉണ്ടാവുക, അവരെന്താണ് ചെയ്യുന്നത്. നിങ്ങളെ സ്വന്തം സെന്റൻസിൽ എഴുതിയാൽ മതി. ഇത് മുഴുവൻ വായിച്ചിട്ട് ഇത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ന്യൂസ് ലെറ്റർ. അവർ ഓരോ കമ്പനികൾ, ഇൻഡസ്ട്രികൾ അവർക്ക് അവരുടെ ന്യൂസുകളൊക്കെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ന്യൂസ് ലെറ്റർ ആയിട്ട് അവർ ചെയ്തു വന്നു. ഇനി ഇപ്പം ഇലക്ട്രോണിക് ന്യൂസ് ലെറ്റർ ആയിട്ട് മാറി. മറ്റേതുകൊണ്ട് ചിലപ്പോൾ ഇലക്ട്രോണിക് ന്യൂസ് ലെറ്റർ ആയി. അപ്പം അതേ സംഭവം ന്യൂസ് തന്നെയാണ്. ടെക്നിക്കൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്, കറണ്ട് ഇൻഫോർമേഷൻ ആണ്. ഇതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓർഗനൈസേഷൻസോ ഒക്കെ തന്നെയാണ്, ഇൻഡസ്ട്രീസോ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെ ന്യൂസ് ലെറ്റർ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഡിഫറൻസ് ഉള്ളത്, അതിലെ കണ്ടന്റ് ഈ കണ്ടന്റ് ആയിട്ട് മാറി മാത്രമേ ഈ ഇലക്ട്രോണിക് ന്യൂസ് ലെറ്റർ ആയിട്ട് മാറി എന്നുള്ളത് മാത്രമേ അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതിലെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ പറയും, കൺവീനിയൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം സ്പീഡ്. അപ്പൊ നമ്മൾ ന്യൂസ് ലെറ്റർ അവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അത് പോസ്റ്റലായിട്ട് വരണം, ഡിലേ പോസ്റ്റൽ വരുന്ന ഡിലേ ഉണ്ടായിരിക്കും. അതൊക്കെ ഒഴിവാക്കാം, സ്പീഡിൽ നമുക്ക് കിട്ടും. അതുപോലെ എഡിറ്റിംഗ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ നടത്താനാവും. അതുപോലെ റിയൽ ടൈം ഡെലിവറി, അതാണ് സ്പീഡ് കിട്ടുന്നത്, റിയൽ ടൈം ഡെലിവറി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ യൂസേഴ്സ് അപ് ടു ഇത്രയും വേഗം നമുക്ക് അതിൽ കൊടുക്കാം. അതുപോലെ ന്യൂസ് ലെറ്റർ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്സസ് ചെയ്യുന്ന യൂസേഴ്സ് കൂടുതൽ ആക്സസ് ചിലപ്പോൾ ഈ ഫോമിലുള്ളതായിരിക്കാം. ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെക്കാണെങ്കിൽ അപ്പോൾ അവരെ അപ് ടു ഡേറ്റ് ആയിട്ട് നിർത്താൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ബിബ്ലിയോഗ്രാഫിക് കൺട്രോൾ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺട്രോൾ ഓവർ ലിറ്ററേച്ചർ, പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ബുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കൺട്രോൾ വെച്ചിട്ടില്ല. അതിനാണ് ഡെപ്പോസിറ്ററി ലൈബ്രറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ബിബ്ലിയോഗ്രാഫിക് കൺട്രോൾ, പബ്ലിഷ് ചെയ്യപ്പെടുന്നതൊന്നും നഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ അതിന് നല്ലൊരു കൺട്രോൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെയും അതുപോലെ ന്യൂസുകളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ബിബ്ലിയോഗ്രാഫിക് കൺട്രോൾ. നിങ്ങൾ നോക്കണ്ട, നിങ്ങളിപ്പോൾ ന്യൂസ് ലെറ്റർ എന്താണ്, അതിലെന്താണ് ചെയ്യുന്നത്, പാരഗ്രാഫ് ആയിരിക്കാം. പിന്നെ ഡിഫറൻസ് ടെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അതിന്റെ ഡിഫറൻസ് അതെന്താണുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ന്യൂസ് ലെറ്റർ എന്താണെന്നുള്ളത് ഷോർട്ട് ആൻസറിൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ. ഇപ്പൊ നിങ്ങൾ ന്യൂസ് ലെറ്റർ എന്താണെന്നുള്ള മനസ്സിലേക്ക് വെച്ചാൽ അടുത്ത് വരുമ്പോൾ മാറിപ്പോകരുത്, അതാണ് പ്രശ്നം. ഇനി വരുന്നത് ഒരേപോലുള്ള സംഭവങ്ങളാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം തമ്മിലുള്ള ഡിഫറൻസ് മാറിപ്പോകരുത്. ഇനി ഹൗസ് ജേർണലിസം, ഹൗസ് ജേർണലിസം എന്താണെന്ന് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെർഫോമൻസ്, ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, പബ്ലിക് സർവീസ്, പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. അതാണ് ഹൗസ് ജേർണൽസ്. അത് രണ്ട്, അതെ, ഇന്റേണൽ ഹൗസ് ജേർണൽ, എക്സ്റ്റേണൽ ഹൗസ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. There was a medium to know the reaction opinion of public about its performance. House journalists, അവർക്ക് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ ആൻഡ് പബ്ലിക് സർവീസ് ആണ് സിമിലർ ഓർഗനൈസേഷൻ to inform the public of its performance and its style of function. ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ പെർഫോമൻസ്, സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്താണെന്ന് മറ്റുള്ള പബ്ലിക്കിനെ അറിയിക്കുന്നതിനാണ് ഹൗസ് ജേർണൽ. അപ്പോൾ ഇതെന്താ വ്യത്യാസം മറ്റേ ന്യൂസ് ലെറ്ററൊക്കെ ആയിട്ട്? ന്യൂസ് ലെറ്റർ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ന്യൂസ് ലെറ്ററിൽ എന്താ കൊടുക്കുന്നത്? റീസെന്റ് ഇൻഫർമേഷൻ, റീസെന്റ് ന്യൂസ് മാത്രമാണ് ന്യൂസ് ലെറ്ററിൽ കൊടുക്കുന്നത്. അല്ലാതെ അവരെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയോ അവരെ കൊടുക്കുന്ന സർവീസിനെ പറ്റിയോ അതിൻ്റെ ഉള്ള സംഭവങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അവരെന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് റീസെന്റ് ആയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതുവരെ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, പുതിയ എന്തെങ്കിലും സെമിനാർ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടോ, ആ ന്യൂസ് മാത്രമാണ് ന്യൂസ് ലെറ്ററിൽ കൊടുക്കുന്നത്. പക്ഷെ ഹൗസ് ജേർണൽ ന്യൂസ് അല്ല, ന്യൂസ് ആയിട്ടല്ല ഹൗസ് ജേർണൽ. ഒരു ന്യൂസ് ലെറ്റർ ആണ് സംഭവം, പക്ഷെ നമ്മൾ അങ്ങനെ ന്യൂസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളിൽ പെടുത്താവുന്നതല്ല. അത് അവിടുത്തെ പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ ഒരു പുതിയൊരു ഇൻഡസ്ട്രി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു സംഭവങ്ങൾ പെർഫോമൻസ്, ഇപ്പൊ നമ്മളെ പ്രോസ്പെക്ടസ്, ഇതിനോട് പ്രോസ്പെക്ടസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിലെന്താണ്? അത് ന്യൂസ് ലെറ്റർ അല്ല. നമ്മളെ പ്രോസ്പെക്ടസിലുള്ളത് അവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, അവിടെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിക്കുന്നത്, എക്സാം എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, സിലബസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഒരു പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആണ് നമ്മളെ പ്രോസ്പെക്ടസിന്. അത് വേണമെങ്കിൽ ഒരു ഹൗസ് ജേർണൽസ് ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. ഹൗസ് ജേർണൽ പോലെയുള്ള സംഭവമാണ് പ്രോസ്പെക്ടസ്. പക്ഷേ ന്യൂസ് ലെറ്റർ അതല്ല. ഇതിനോ ന്യൂസ് ലെറ്റർ ഇറക്കും, എല്ലാ മാസത്തിലും വേണമെങ്കിൽ ഇറക്കും ന്യൂസ് ലെറ്റർ. അതിലുള്ളത് പ്രോസ്പെക്ടസിലുള്ളതും സെയിം ആണോ? അല്ല. ന്യൂസ് ലെറ്ററിലുള്ളത് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ്, ന്യൂസ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് മാത്രമാണ് ന്യൂസ് ലെറ്ററിൽ പറയുന്നത്. ഹൗസ് ജേർണലിലെ പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ ഇതാണ് ഓർത്തിരിക്കുന്നത്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, പെർഫോമൻസ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസുകളൊക്കെ ആ
സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അതെന്താണെന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ടു നോ ദി റിയാക്ഷൻ ഒപ്പീനിയൻ പബ്ലിക് അബൌട്ട് പെർഫോമൻസ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആ ഒപ്പീനിയൻ കൂടെ നമുക്ക് അറിയണം. പെർഫോമൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടി നമ്മൾ കളക്ട് ചെയ്യാമെങ്കിൽ കൂടി അവസ്ഥയാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. റിയാക്ഷൻ ഒപ്പീനിയൻ ഓഫ് പബ്ലിക്. പിന്നെ അതിൽ ആ ഫസ്റ്റ് പാരഗ്രാഫിലാണ് ഞാൻ പറയുന്നത് അവസ്ഥയാണ്. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ലാസ്റ്റ് കാണാം, അവസ്ഥയാണ് ഇസ് എ ഫോം ഓഫ് പ്രൊമോഷണൽ ലിറ്ററേച്ചർ സിൻസ് ഇറ്റ് സീക്സ് ടു project and enhance the image of parent organization. അപ്പോൾ നമ്മൾ ഇന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പനി ഇത്ര കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമേജ് ഓഫ് ഇൻഡസ്ട്രി, നമ്മളുടെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഈ അവസ്ഥയാണ് ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഈ അവസ്ഥയാണ് ഇന്ന് പബ്ലിഷ് ചെയ്ത് റിസർച്ചിന് കൊടുക്കുമ്പോൾ, പബ്ലിക്കിന് കൊടുക്കുമ്പോൾ, കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ, അവരിത് വായിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഈ ഇതിനെപ്പറ്റി പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ടുള്ള ഒരു നമുക്ക് ഒരു കിട്ടും, ഒരു വാല്യൂ, അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ പ്രൊമോട്ട് ചെയ്യുകയാണ് അവർ ചെയ്യും, അവർ ആ ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ അവസ്ഥയാണ് പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. മനസ്സിൽ ഓടിയെത്തേണ്ടതാണ് പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ. അപ്പോൾ പിന്നെ ബാക്കി കിട്ടിക്കോളും. അവസ്ഥയാണെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ സർവീസിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള പെർഫോമൻസിനെ പറ്റി അവരുടെ സ്റ്റൈൽ, അവർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത്. ഡീറ്റെയിൽസ് പബ്ലിക് ആയിരിക്കും, ആയിരിക്കുക. അത് ന്യൂസ് അല്ല, ന്യൂസ് ലെറ്റർ അതല്ല. ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത് റീസെന്റ് ഇൻഫോർമേഷൻ പബ്ലിക്കിന് അറിയിക്കാവുന്നതാണ്. ഇവിടെ റീസെന്റ് ഇൻഫോർമേഷൻ അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ കമ്പനികളുടെ കംപ്ലീറ്റ് അവർ കൊടുക്കുന്ന കംപ്ലീറ്റ് സർവീസിനെ പറ്റി, അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ഔട്ട്ഗാനൽസ് വർക്ക് ചെയ്യുന്നത്. ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഹിസ്റ്ററിയിലേക്കൊന്നും ഇപ്പൊ തൽക്കാലം പോകാൻ. പിന്നെ കാറ്റഗറീസ് ഓഫ് ഇന്റേണൽ ഹൗസ് ചാനലും എക്സ്റ്റേണൽ ഹൗസ് ചാനലും. അപ്പോൾ പേരിൽ തന്നെ നമുക്കറിയാം, ഇന്റേണൽ ഹൗസ് ചാനൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും, സ്റ്റാഫിന് വേണ്ടിയിട്ടായിരിക്കും. എക്സ്റ്റേണൽ ഹൗസ് ചാനൽ എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കും. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്റേണൽ ഹൗസ് ചാനൽ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബ്രോട്ട് ഔട്ട് ഫോർ ദി എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഹൗസ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ ഫോറം ഫോർ ദി എംപ്ലോയീസ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ഇൻക്ലൂഡിങ് ദർ വ്യൂസ്. എംപ്ലോയീസിന്റെ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി പറയാനുള്ള അവസരം ഈ ഇന്റേണൽ ഹൗസ് ചാനലിൽ കൊടുക്കും. അവരുടെ ഗ്രീവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനായിട്ട്, അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്ത് എന്തെങ്കിലും അറിയിക്കാനായിട്ട്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് അത് അറിയിക്കാനായിട്ട്, അങ്ങനെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഹൗസ് ചാനൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതാണ്. പേര് തന്നെ അറിയാം, ബാക്കിയൊന്നും പറയണമെന്നില്ല. പിന്നെ എക്സ്റ്റേണൽ ഹൗസ് ചാനലിൽ കസ്റ്റമേഴ്സിന് വേണ്ടി, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ കണ്ടന്റ് ഓഫ് ഹൗസ് ചാനലിൽ പറഞ്ഞ് ഇറ്റ് ആക്ട് ആസ് എ ന്യൂസ് പേപ്പർ വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിയിലെ ന്യൂസ് പേപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഹൗസ് ചാനൽ. അപ്പോൾ എംപ്ലോയീസിനെ അറിയിക്കാനാണല്ലോ ഇന്റേണൽ ഹൗസ് ചാനൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൗസ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസ് ബൈ എ സ്പോൺസറിംഗ് ഓർഗനൈസേഷൻ. അതൊന്നും ജസ്റ്റ് അത്രയൊന്നും അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. ദേ ആർ യൂഷ്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ടു ദി എംപ്ലോയീസിനെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ടു ബഡ്ജറ്റ് അലോക്കേഷൻ. ബഡ്ജറ്റിൽ തന്നെ അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ രണ്ടും തമ്മിൽ, ന്യൂസ് ലെറ്റർ എന്താണെന്നുള്ളതിനെ പറ്റിയും ഹൗസ് ചാനൽ എന്താണെന്നുള്ളതിനെ പറ്റിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാറിപ്പോകരുത് രണ്ടും തമ്മിൽ. അടുത്ത് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മാറിപ്പോകരുത് കേട്ടോ. ഇനി ട്രേഡ് ആൻഡ് പ്രോഡക്റ്റ് ബുള്ളറ്റിൻ, ഇത് അതുപോലെ തന്നെ ഒരു സംഭവം ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. Trade and product bulletin are information products brought out by publishers, manufacturers and distributors of various type of material, products or service. ഇത് നമ്മുടെ കാറ്റലോഗ് പോലെ ഒരു ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് ബുള്ളറ്റിൻ പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വേരിയസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് എന്തൊക്കെ സർവീസുകളാണ് ഉള്ളതിനെ പറ്റി കൊടുക്കുന്ന കാറ്റലോഗ് പോലെ കൊടുക്കുന്നതാണ് ട്രേഡ് ബുള്ളറ്റിൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ്
അത് തന്നെയല്ലേ? നല്ല വ്യത്യാസം പ്രോഡക്റ്റ് ബുള്ളറ്റിനും ഹൗസ് ജേണലും തമ്മിൽ. പ്രോഡക്റ്റ് ബുള്ളറ്റിനിൽ അല്ലെങ്കിൽ ട്രേഡ് ബുള്ളറ്റിനിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രം. ഇപ്പൊ നമുക്ക് ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ലൈബ്രറിയിലേക്ക് അയച്ചു തരുന്നില്ലേ കാറ്റലോഗ്സ്? ഓരോ പബ്ലിഷേഴ്സ് അയച്ചു തരുന്നില്ല, നമുക്ക് ചെറിയ ബുക്കിലേക്ക് അയക്കും, കാറ്റലോഗ് അയച്ചു തരുന്നില്ല. അപ്പൊ അതിലെന്താ ഉള്ളത്? അതിൽ പബ്ലിഷ് ചെയ്യുന്ന ബുക്സിന്റെ ഡീറ്റെയിൽസ്, ഓരോ ബുക്കും അതിന്റെ പ്രൈസ്, ആ കാറ്റലോഗ് ഡീറ്റെയിൽസ് ആണ്, ബിബ്ലിയോഗ്രാഫിക് ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് തരുന്നത്. അല്ലാണ്ട് ബാക്കി അവര് കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിനകത്തില്ല. പക്ഷെ ഇവിടെ ഹൗസ് ജേണലിൽ എന്താ ഉണ്ടാകുക? അവരുടെ ഫംഗ്ഷനിങ് എന്താണുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ, അവരെ സ്റ്റാഫിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ, കസ്റ്റമേഴ്സിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം ഹൗസ് ജേണൽസിലുണ്ട്. ഇവിടെയും പറയുന്നത് എന്താണ്? ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് ബ്രോട്ട് ഔട്ട് ബൈ പബ്ലിഷേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. പ്രോഡക്റ്റിനെ പറ്റിയും സർവീസിനെ പറ്റിയും ഒക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. പക്ഷേ ഇവിടെ അത് മാത്രമേ പറയൂ. പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതും അതിന്റെ കോസ്റ്റ്, അതിന്റെ ഡീറ്റെയിൽസ് എന്ത് എന്താണെന്നുള്ളത്, മെഷീൻസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഹൗസ് ജേണൽസിൽ അതല്ല ഉദ്ദേശിച്ചത്. ഹൗസ് ജേണലിൽ ആ കമ്പനിന്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്, അവരുടെ പെർഫോമൻസ്, സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് കംപ്ലീറ്റ് പറയുന്നുണ്ടായിരിക്കും ഹൗസ് ജേണൽ. ഇത് നിങ്ങൾ ജസ്റ്റ് കാറ്റലോഗിന് മാത്രം ഓർത്താൽ മതി. ട്രേഡ് ബുള്ളറ്റിൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലോഗ് പോലെയാണെന്ന് മാത്രം ഓർത്താൽ മതി. അതിൽ അവരുടെ പ്രോഡക്റ്റിന്റെ സർവീസിന്റെയും ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുക്കുന്നത്. മാറിപ്പോകരുത്. ട്രേഡ് ബുള്ളറ്റിൻ ആൻഡ് പ്രോഡക്റ്റ് ഹിസ്റ്ററി നമ്മളിപ്പോൾ നോക്കേണ്ട പോട്ടെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് ബുള്ളറ്റിൻ അവിടെ സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ജനറലി കണ്ടെയ്ൻ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ ആൻഡ് ഡോണ്ട് പ്രൊവൈഡ് തിയററ്റിക്കൽ ഡീറ്റെയിൽസ് ഓഫ് റിസർച്ച്. തിയററ്റിക്കൽ ഡീറ്റെയിൽസ് അതൊന്നും പറയുന്നില്ല. അവർ ആ പ്രോഡക്റ്റ് എന്താണെന്ന്, ഒരു പുതിയ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ അതിന്റെ കോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും അങ്ങനെ അത്രയൊക്കെ പറയുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ ബാക്കിൽ തിയററ്റിക്കൽ ബേസ് എന്താണെന്നും അതൊന്നും പറയുന്നില്ല. പിന്നെ ട്രേഡ് ബുള്ളറ്റിന് പ്രൈമറി സോഴ്സ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് എ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓഫ് പ്രയർ ടു പബ്ലിക്കേഷൻ. ട്രേഡ് ബുള്ളറ്റിനിൽ ആദ്യം വരും. ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇന്ന നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ്, അടുത്ത മാസം ഇന്ന ബുക്കൊക്കെ ഇറങ്ങാൻ പോവാണ്, അതിന്റെ ഡീറ്റെയിൽസ് ഇന്നലെ കാണുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ അറിയിക്കുന്നുണ്ട്. അതൊരു പ്രൈമറി സോഴ്സ് ആണ് കേട്ടോ. ഓർത്തിരിക്കുക, ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ട്രേഡ് ബുള്ളറ്റിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ മൂന്നാമത് കൊടുത്തിട്ട് ഇൻഫർമേഷൻ പ്രസന്റ് ബുള്ളറ്റിൻ ലോസ് കറൻസി വെരി ക്വിക്ലി ബിക്കോസ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ആർ കോൺസ്റ്റന്റ്ലി ബീങ് ഡെവലപ്ഡ്. പുതിയ ബുക്സും പുതിയ മെഷീൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വാല്യൂ ഇല്ലല്ലോ, അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവുന്നതാണ്. അതിന്റെ വാല്യൂ അതോടെ തീരും എന്നാണ് പറയുന്നത്. പിന്നെ ഫംഗ്ഷൻസ് എന്താന്ന് പറഞ്ഞിട്ട് ഇതിൽ മുഴുവൻ കാര്യങ്ങളും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കുക. ഫംഗ്ഷൻസ് ഓഫ് ട്രേഡ് ആൻഡ് പ്രോഡക്റ്റ് ബുള്ളറ്റിൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കിട്ടുമല്ലോ. ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പൊ സാംസങ് കാണുമെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ ട്രേഡ് ബുള്ളറ്റിൻ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ട്രേഡ് ബുള്ളറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. ഇപ്പോൾ ഫോണോ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആകട്ടെ, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ് വന്നിട്ടുള്ളത്, അതിന്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് ബുള്ളറ്റിൻ എടുത്തു കഴിഞ്ഞാൽ അറിയാം. അതാണ് പ്രൊവൈഡ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇലക്ട്രിക് ടെക്നോളജി കമ്പയർ സിമിലർ പ്രോഡക്റ്റ് അവൈലബിൾ ഫ്രം വേരിയസ് മാനുഫാക്ചേഴ്സ്. മറ്റുള്ളവരെ ബുള്ളറ്റിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, മത്സരിക്കാൻ വേണ്ടി വരുമോ, മത്സരം വേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് അറിയാം. പ്രൊവൈഡ് ഈസി ആക്സസ് മീൻസ് ആൻഡ് അഡ്രസ് ഓഫ് മാനുഫാക്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് എടുക്കാം. സെർവസ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ്. ഇപ്പോൾ നമുക്ക് അയച്ചു തരുന്നത് എന്തിനാണ്? ലൈബ്രറിയിലേക്ക് നമുക്ക് ഇത് അയച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങള്, പിന്നെ കാറ്റലോഗ്സ്. അപ്പൊ നമ്മൾ കാറ്റലോഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ് അതിലേതൊക്കെ ബുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് യൂസേഴ്സ് നോക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ ലൈബ്രറിയിലേക്ക് ആവശ്യമുള്ളതാണോ അല്ലേന്ന് എത്രയും വേഗം തീരുമാനിക്കാനാവും. അപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളത് വാങ്ങിക്കുകയാണ്. അപ്പൊ യൂസേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ, ഇപ്പോൾ നമ്മളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേഗത്തിൽ, എന്നിട്ട് അത് വേഗം അത് സെയിൽ ആക്കാനുള്ളൊരു മാർഗം ആണ്. അപ്പൊ ആരൊക്കെയാണോ ഇത് യൂസ് ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് ഇത് എത്തിക്കുകയാണ് ഈ ട്രേഡ് ബുള്ളറ്റിൻ. അപ്പൊ എത്രയും വേഗം അവരുടെ അടുത്ത് എത്തിക്കുകയാണ്, എന്നിട്ട് അവരത് വാങ്ങിക്കാനുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുക. അത്രയ്ക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കും. കാറ്റലോഗ് ഓർത്തിരിക്കുക. നിങ്ങൾ ട്രേഡ് ബുള്ളറ്റിൻ എന്ന് വരുമ്പോൾ കാറ്റലോഗ് പോലെ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് ബുക്കിൻ്റെത് മാത്രമല്ല, മെഷീൻ കമ്പനികൾ ഇറക്കുന്ന പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റിനും ഇതുപോലെ ബുള്ളറ്റിൻ അവർ ഇറക്കും. അപ്പോൾ ഓരോ മാസത്തിലോ അങ്ങനെ ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അവരങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ട്
ഡീറ്റെയിൽ ആയിട്ട് അത് അവർ കൊടുക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക മാത്രം മതി. ഇതിനകത്ത് കൺട്രോളൊക്കെ എല്ലാ പ്രോഡക്റ്റിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ന്യൂസ് ലെറ്റർ, പിന്നെ ഹൗസ് ജേണൽ, പിന്നെ ട്രേഡ് ബുള്ളറ്റ്. ഇതൊന്നും ഇനിയൊന്നും വായിച്ച് പഠിക്കേണ്ടി വരരുത്. ഇപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മാത്രമുള്ളവർക്ക് ഇപ്പം തന്നെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഷോർട്ട് ആൻസറിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഇതിനൊന്നും സമയം ചിലവഴിക്കാതിരിക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞു, ന്യൂസ് ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞത് റീസെൻറ്റ് ഇൻഫോർമേഷൻ, റീസെൻറ്റ് ന്യൂസ് സ്പെസിഫിക് യൂസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ അവരെ യൂസേഴ്സിനെ അല്ലെ അവരെ കസ്റ്റമേഴ്സിനെ ലേറ്റസ്റ്റ് ന്യൂസ് അറിയിക്കാനുള്ള ഒരു മാർഗമാണ് ന്യൂസ് ലെറ്റർ. ഹൗസ് ജേണൽസ് എന്ന് പറയുന്നത് ന്യൂസ് മാത്രമായിട്ടല്ല, സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്, പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. ഒരു ഇൻഡസ്ട്രീസിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് എന്തൊക്കെയാണ്, അവരുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ അപ് ടു ഡേറ്റ് ആയിട്ട് യൂസേഴ്സിനെയും സ്റ്റാഫിനെയും അറിയിക്കുന്നതാണ് ഹൗസ് ജേണൽസ്. അതിൽ എംപ്ലോയീസിന് മാത്രം അറിയിക്കുന്നതിന് നമ്മൾ ഇന്റേണൽ ഹൗസ് ജേണൽസ് പറയും. പബ്ലിക്കിന് അറിയിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതിന് എക്സ്റ്റേണൽ ജേണൽസ് എന്ന് പറയും. അപ്പം എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് ഇന്റേണൽ ഹൗസ് ജേണൽസ് ഉണ്ടായിരിക്കുക. അവരുടെ ഒപ്പീനിയനൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണത്. അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയുക, അതിനൊക്കെ വേണ്ടിയിട്ട്. മറ്റൊരു കസ്റ്റമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എക്സ്റ്റേണൽ ഹൗസ് ജേണൽ. ട്രേഡ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സർവീസിന്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുന്നതാണ്. കാറ്റലോഗ് പോലെ പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ സർവീസ് ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് പബ്ലിക്കിന്, കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതാണ് ട്രേഡ് ബുള്ളറ്റിൻ. കാറ്റലോഗ് മാത്രം എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓർത്തിയിട്ട് അപ്പം നിങ്ങൾക്ക് കിട്ടണം. ബാക്കി അവർ ചെയ്യുന്നത് എന്താണെന്നും ഒബ്ജക്റ്റീവ് എന്താണെന്നും അതൊക്കെ നിങ്ങൾ സ്വന്തം എഴുതിയാൽ മതി. ഇപ്പോൾ ട്രേഡ് ബുള്ളറ്റിൻ എന്താണെന്നുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള പ്രത്യേകം വായിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് സംഭവം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് നമ്മൾ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്കങ്ങ് എഴുതിയാൽ മതി. എന്തിനാണ് ഇപ്പോൾ കാറ്റലോഗ് എന്തിനാണ് നമുക്ക് അയച്ചു തരുന്നത്, ഇപ്പോൾ ട്രേഡ് ബുള്ളറ്റിൻ എന്തിനാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, അതൊക്കെ ഒബ്ജക്റ്റീവ് നമുക്കറിയാം എന്തിനാണ്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്നുള്ള അവർ ഇൻഫോം ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം, ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതൊന്നും വായിച്ച് പഠിക്കാൻ പോകേണ്ട. നിങ്ങൾ എഴുതുക. ഇനി ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് പാർട്ട് 2. ഇൻഫോർമേഷൻ പ്രോഡക്റ്റ് പാർട്ട് 2-ൽ കുറച്ചധികം എണ്ണം പറഞ്ഞിട്ടുണ്ട്. റിവ്യൂസ് ആൻഡ് റിലേറ്റഡ് പബ്ലിക്കേഷൻ, സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ, ട്രെൻഡ് റിപ്പോർട്ട്, ടെക്നിക്കൽ ഡയറക്ഷൻ. ഇത്രയെണ്ണം പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നെറ്റിന് പഠിക്കുമ്പോഴും ജിആർഎഫിന് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ടെസ്റ്റിനൊക്കെ ഹൈ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. എല്ലാ പേപ്പറിലും ഈ സംഭവങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മൾ തെറ്റിക്കും. അറിയാവുന്നതായിരിക്കും. ഓപ്ഷൻസ് നമ്മളെ തെറ്റിക്കാൻ വിധത്തിലുള്ള ഓപ്ഷൻസ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കൺസെപ്റ്റ് നമ്മളെ മനസ്സിലില്ലെങ്കിൽ തെറ്റിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. 10 റിവ്യൂസ് ആൻഡ് റിലേറ്റഡ് പബ്ലിക്കേഷൻ. ആദ്യം പറയുന്നത് റിവ്യൂസ് ആൻഡ് റിലേറ്റഡ് പബ്ലിക്കേഷൻസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വായിച്ച് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. ഏതായാലും അത്യാവശ്യം എക്സാമിന് വേണ്ടതൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുക. അത്രയാണ് ചെയ്യാൻ പറ്റുക. റിവ്യൂസ്, നിങ്ങൾക്ക് ഏതൊക്കെ റിവ്യൂസ് ആണ് ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നത്? ഇപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യുന്ന റിവ്യൂ ആണ് നമുക്ക് പറയാം. പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ആരും, അല്ലേ? ചെയ്യാൻ തുടങ്ങിയവർക്കാണെങ്കിൽ അവർ റിവ്യൂ ഒക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്താണ് റിവ്യൂ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ റിലേറ്റഡ് പബ്ലിക്കേഷൻ, റിവ്യൂസ് ആൻഡ് റിലേറ്റഡ് പബ്ലിക്കേഷൻ നമ്മൾ റിവ്യൂ റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാണ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ട് ആരൊക്കെ എവിടൊക്കെ എത്ര സ്റ്റഡീസ് ചെയ്തു നമ്മൾ കണ്ടുപിടിക്കും. 25 സ്റ്റഡീസ്, മിനിമം 25 മുതൽ 30 വരെ സ്റ്റഡീസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫോർമേഷൻ ആൻഡ് യൂസ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ യൂസ് പാറ്റേൺ, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി യൂസേജ് എമംഗ് സയൻറ്റിസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡിജിറ്റൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനായിരിക്കാം. അപ്പോൾ ഇതുപോലെ ആരൊക്കെ എവിടൊക്കെ ചെയ്തിട്ടുണ്ട്
ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടേഴ്സിന്റെ കേസിലാണ് നമ്മൾ ഡിജിറ്റൽ ഇൻഫോർമേഷൻ പാറ്റേൺ യൂസ് പാറ്റേൺ ആണ് ഡോക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്ടേഴ്സ് ഏതൊക്കെ രീതിയിൽ ഡിജിറ്റൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡിജിറ്റൽ ഇൻഫോർമേഷൻ മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ വേറെ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? സയന്റിസ്റ്റിന്റെ ഇടയിലോ, അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സിന്റെ ഇടയിലോ, അല്ലെങ്കിൽ ആർട്സ് കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിലോ, നേഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഇടയിലോ, അങ്ങനെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ആയിരിക്കും. ഇപ്പൊ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ കേരള ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഇതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്ന ടോപ്പിക് എന്താണോ അതിൽ നമ്മൾ കണ്ടുപിടിക്കും, സെർച്ച് ചെയ്ത്. ഇതൊക്കെ ഈ നിങ്ങൾ കേട്ട് ബേജാറാവുന്നുണ്ട്, ഈസിയാണ്. നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റിംഗ് വന്നോളും. ആരൊക്കെ ചെയ്തെന്നുള്ളത് എല്ലാ ആർട്ടിക്കിളും നമുക്ക് നെറ്റിൽ ഓൾറെഡി കിട്ടിക്കോളും. പണ്ടത്തെ മാതിരി നമ്മൾ ലൈബ്രറി മുഴുവൻ ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ലൈബ്രറി മുഴുവൻ കയറി ഇറങ്ങി ജേണൽ മുഴുവൻ കംപ്ലീറ്റ് എഴുതി ഉണ്ടാക്കുക വേണം. ഇപ്പൊ അതൊന്നും വേണ്ട, നെറ്റിൽ ഓൾറെഡി വന്നോളും. അത് കോപ്പി പേടിക്കേണ്ട. ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിൽ ഇതുവരെ ആര് എന്തൊക്കെ ചെയ്തു, നമ്മൾ ചെയ്തത് ആരും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ വേറെ സ്റ്റേറ്റിലോ നാഷൻ അതൊന്നും പ്രശ്നമല്ല. നമ്മളിപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ചെയ്യുന്നത്, അത് വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരാൾ ചെയ്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം. അത് റിസർച്ച് മെത്തഡോളജി നമ്മൾ പഠിക്കും. ടോപ്പിക് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിസർച്ച് മെത്തഡോളജിയിൽ പഠിക്കും. നമ്മൾ എങ്ങനെയാണ് ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവിടെ പഠിക്കും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിന്റെ റിലേറ്റഡ് ആയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തു അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ എഴുതേണ്ടത് റിവ്യൂ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, നമുക്ക് റിവ്യൂ റിലേറ്റഡ്. അപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ട് ചെയ്താൽ, ഞാൻ കെമിക്കൽ അബ്സ്ട്രാക്ട് ചെയ്താൽ പറഞ്ഞതുപോലെ ഒരു ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതാര് എവിടെ എന്താണ് ചെയ്തത്, അവരെടുത്തിരിക്കുന്ന സാമ്പിൾ എന്താണ്, എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്, ഇന്റർവ്യൂ ആണോ ക്വസ്റ്റ്യൻ ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ടോ, അതെന്താണ് നോക്കും. എന്നിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണ്. ഇങ്ങനെ നമ്മൾ ഒരു 25 സ്റ്റഡീസ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് റിവ്യൂ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട്. ഇപ്പം ഇതുവരെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ റിസർച്ച് ആരൊക്കെ എവിടൊക്കെ ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതാണ് റിവ്യൂ. മനസ്സിലായി എഴുതാണ്ട് നമ്മുടെ സബ്ജക്റ്റിൽ ഇതുവരെ ആര് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവലോകനം. അതാണ് പേപ്പർ. നമ്മൾ നോക്കി എഴുതി വെക്കാൻ, ആർട്ടിക്കിളൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മൾ എഴുതി വെക്കാൻ. ഇന്നാളിന്റെ സ്ഥലത്ത് ഇന്നൽ ചെയ്തു, ഇന്നാളിന്നൽ ചെയ്തു, ഇന്നലെ സ്ഥലത്ത് അയാൾ കിട്ടി. അപ്പോൾ ഇതുവരെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ ഇതുവരെ ആൾക്കാർ ഇന്നലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് കാര്യം. റിവ്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബുക്ക് എന്തോ ആവട്ടെ, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലുള്ള കണ്ടന്റിനെ പറ്റി നമ്മളൊരു ഷോർട്ട് സമ്മറി ആയിട്ട് എഴുതി ഉണ്ടാക്കുന്ന ആ ഷോർട്ട് കണ്ടന്റ്, മെയിൻ കണ്ടന്റ് എന്താണോ അത് നമ്മൾ ഷോർട്ടായിട്ട് എഴുതി ഉണ്ടാക്കുന്നതാണ് റിവ്യൂ പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണം. ഇതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പരത്തി പറഞ്ഞിരിക്കുക, അതൊന്നും നിങ്ങൾക്ക് അത്ര പിടിച്ചോളണമെന്നില്ല. ഇപ്പൊ റിവ്യൂ എന്താണെന്നുള്ളതിനെ പറ്റി കുറച്ച് ഞാൻ മാർക്ക് ചെയ്തതാണ്. പേജ് നമ്പർ 301 ഏറ്റവും മുകളിലത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് അവിടെ ഒരു കൊട്ടേഷനിൽ കാണാം. 301 ഏറ്റവും മുകളിലെ പാരഗ്രാഫിൽ ലാസ്റ്റിലേക്ക് നോക്കൂ. എ റിവ്യൂ മേ ബി ഡിഫൈൻഡ് ആസ്, കേട്ടോ, ബി ഗുഹാൻ പറഞ്ഞ ആളുടെ ഒരു ഡെഫിനേഷൻ കാണില്ലേ. എ റിവ്യൂ മേ ബി ലാസ്റ്റ്, ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ്, എ റിവ്യൂ മേ ബി ഡിഫൈൻഡ് ആസ് narrative account of the progress of a particular field of study prepared by an expert in the field. Narrative account of the progress of a particular field of study എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു അതിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, ഏതുവരെ എത്തി എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു നറേറ്റീവ് അക്കൗണ്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രിപ്പയർഡ് ബൈ എക്സ്പെർട്ട് എഴുതി ഉണ്ടാക്കുന്നതിനുള്ള റിവ്യൂ പറയാം. അതുപോലെ റിവ്യൂ മേ ബി കൺസിഡർ ക്രിട്ടിക്കൽ സിന്തസിസ് ഓഫ് സ്റ്റേറ്റ് നോളജ് ഇൻ എ ഗിവൺ സബ്ജക്ട്. ക്രിട്ടിക്കൽ സിന്തസിസ് ആണ്, ക്രിട്ടിസൈസ് ചെയ്യുക കൂടി ചെയ്യും നമ്മൾ. അതിൽ ഇന്ന പോരായ്മകളുണ്ട് നമ്മൾ പറയുകയും കൂടി ചെയ്യും. ക്രിട്ടിസൈസും കൂടെ പറയും നമ്മൾ. അതാണ് റിവ്യൂ എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിന്റെ ഏതാണ്ട് 10-12 ലൈനിലേക്ക് വന്നാൽ കാണാം. ആസ് എ റിവ്യൂ
ഷീറ്റ് ഇവാലുവേറ്റ് ആൻഡ് പുട്ട് ഈച്ച് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കാണുന്നില്ലേ, അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ നടുക്കത്തേക്ക് വരുമ്പോൾ ആ പാരഗ്രാഫിന്റെ സെൻട്രലായിട്ട് കാണാം. ആസ് എ റിവ്യൂ should evaluate and put each significant contribution into its proper perspective. The large amount of primary literature is eliminated and only significant contribution with full bibliographical details are brought to the attention of the readers. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് റിവ്യൂ എഴുതണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ ഈ റിവ്യൂ നമ്മൾ ചുരുക്കി ഇതുപോലെ അബ്സ്ട്രാക്ട് ആക്കി ഷോർട്ട് സമ്മറി ആക്കി എഴുതിയിട്ട് നമ്മൾ ഇത് റിപ്പോർട്ടിൽ വെക്കും. അപ്പൊ ഇത് വായിച്ചു നോക്കുന്ന ആൾക്ക് ആ ആർട്ടിക്കിൾ ഫുള്ള് വായിക്കുന്നതിന് പകരം ഈ ഷോർട്ട് സമ്മറി ഒറ്റ പാരഗ്രാഫ് 4-5 സെന്റൻസ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ വായിച്ച കംപ്ലീറ്റ് ഫുൾ എഫക്ട് ചെയ്യാക്ക് കിട്ടിയിരിക്കും. ആ റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാനാവും. അതാണ് റിവ്യൂ വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്. അതിന്റെ അടുത്ത സെന്റൻസ്, റിവ്യൂ ഈസ് ഇവാലുവേറ്റഡ്, assessed and related to general body of knowledge by a third person. Reviews are found to be more effective in transfer of ideas and knowledge than the research paper. ആ റിസർച്ച് പേപ്പർ ഫുള്ള് വായിക്കുന്നതിനേക്കാളും ഈ റിവ്യൂ മാത്രം വായിച്ച് നമുക്ക് അതിലുള്ള കണ്ടന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാകും. ന്യൂ ഒറിജിനൽ റിപ്പോർട്ട് റിസർച്ച് റിപ്പോർട്ട് റിവ്യൂ. ആ ഒറിജിനൽ അതുപോലെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വെക്കരുത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിലുള്ള കുറെ പാരഗ്രാഫ് കട്ട് ചെയ്തിട്ട് റിവ്യൂ എന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ പോലെ നമ്മൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് കുറയും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നവർ നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചാൽ മാർക്ക് കുറയും. അങ്ങനെ കോപ്പി ചെയ്ത് വെക്കരുത്. എന്താണ് റിവ്യൂ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വന്തം സെന്റൻസിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സിൽ ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം നമ്മളൊന്ന് വായിച്ചാൽ മതി. പിന്നെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് അത് ചെയ്യാന്നൊക്കെ, മെത്തഡോളജി ഓഫ് പ്രിപ്പറേഷൻ ഓഫ് റിവ്യൂസ് എസെൻഷ്യലി ചെയ്യുന്ന അതിൽ നമ്പർ ഇട്ട് കാണാൻ വേണ്ടി സ്റ്റഡി ഓഫ് പൊട്ടൻഷ്യൽ യൂസേഴ്സ്, സെലക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സസ്, ഇവാലുവേഷൻ ഓഫ് ഇൻഫോർമേഷൻ, അനാലിസിസ് ആൻഡ് സിന്തസിസ് ഓഫ് ഇൻഫോർമേഷൻ. എന്തൊക്കെയാണ് റിവ്യൂ നമ്മൾ ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് പൊട്ടൻഷ്യൽ യൂസേഴ്സ്, സെലക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ എഴുതുന്നത്? ഒരു സബ്ജക്റ്റിലെ ഒരു റിവ്യൂ നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ ആ യൂസേഴ്സ് ആരാണെന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് സെലക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സ്. അപ്പൊ അതിന് വേണ്ടിയുള്ള സോഴ്സ് എന്തൊക്കെയാണ്, എവിടെ കാണുന്നൊക്കെയാണ് നമ്മൾ കിട്ടുക, ബുക്കോ ആർട്ടിക്കിൾസോ ഇനി നോൺ ഡോക്യുമെന്ററി സോഴ്സ് ആണെങ്കിൽ പോലും അത് നമ്മൾ സെലക്ട് ചെയ്യലാണ്. പിന്നെ ഇവാലുവേഷൻ ഓഫ് ഇൻഫോർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവാലുവേഷൻ, സിന്തസിസ്, കൺസോൾട്ടേഷൻ ഒക്കെ പറഞ്ഞില്ലേ നമ്മൾ അതിന്റെ സാധനം. ഇവാലുവേഷൻ, പിന്നെ അനാലിസിസ് ഓഫ് സിന്തസിസ് ഓഫ് ഇൻഫോർമേഷൻ. ഇത്രയൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കുന്ന സംഭവം അല്ല എന്നർത്ഥം. പിന്നെ റീസ്ട്രക്ചറിങ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസോൾട്ടേഷനിലൊക്കെ പറഞ്ഞാണ്. ഈ റീസ്ട്രക്ചറിങ്ങും റീപാക്കേജിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതെന്താ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ റിവ്യൂവിലെ ടൈപ്പ് ആൻഡ് ഫംഗ്ഷൻ, ബിബ്ലിയോഗ്രാഫിക്കൽ, ഇൻസ്ട്രക്ഷണലൊക്കെ പറഞ്ഞ അതിന്റെ ടൈപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. പിന്നെ അതിന്റെ പിന്നെ ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് പേജ് നമ്പർ 303 ഫംഗ്ഷൻസ്. അല്ലാണ്ട് കുറേ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ വായിച്ച് തന്നെ കളയേണ്ട. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണ് റിവ്യൂ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കറണ്ട് അവയർനെസ് ഫംഗ്ഷൻ, ഇൻഫോംഡ് നോട്ടിഫിക്കേഷൻ ഫംഗ്ഷൻ, ബാക്കപ്പ് ഫോർ അതർ ലിറ്ററേച്ചർ സെർച്ചിങ്, ട്യൂട്ടോറിയൽ ഫംഗ്ഷൻ, ഇൻസ്പിറേഷൻ, ഫീഡ്ബാക്ക്, പ്രൊമോട്ട് ക്രോസ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഐഡിയാസ്. ഇതൊക്കെ അതിന്റെ ഫംഗ്ഷൻ. കറണ്ട് അവയർനെസ് ഫംഗ്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ഓരോ സബ്ജക്ട് ഫീൽഡിൽ എന്താ ഉള്ളത് എന്നുള്ളത് കറണ്ട് അവയർനെസ്. പിന്നെ ഇൻഫോംഡ് നോട്ടിഫിക്കേഷൻ ഫംഗ്ഷൻ, അപ്പോൾ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇന്ന റിസർച്ച് ഒക്കെ നടന്നു കഴിഞ്ഞു, ഇന്ന റിസർച്ച് ഒക്കെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള നോട്ടിഫിക്കേഷൻ. പിന്നെ ബാക്കപ്പ് ഫോർ അതർ ലിറ്ററേച്ചർ സെർച്ചിങ്, മറ്റേ ലിറ്ററേച്ചർ ഒരു ബാക്കപ്പ് പോലെ നമുക്ക് കിട്ടും. പിന്നെ ട്യൂട്ടോറിയൽ ഫംഗ്ഷൻ, ഇൻസ്പിറേഷൻ, നമുക്ക് പുതിയത് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ, പുതിയ റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നതോ ഈ റിവ്യൂ നോക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റിവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇന്ന ഫീൽഡിലാണ് ഇനി ബാക്കി റിസർച്ച് നടത്താനുള്ളത്, അതിലിനി പുതിയതായിട്ട് ചെയ്യാനുള്ള ഇന്ന ടോപ്പിക് ആണെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് കിട്ടണം. പിന്നെ പ്രൊമോട്ട് ക്രോസ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഐഡിയാസ്. ഇപ്പോൾ ഒരു റിസർച്ചിൽ കിട്ടിയിട്ടുള്ള ഐഡിയ, ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുന്നതിനാണ് ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു റിസർച്ചിൽ കിട്ടിയിട്ടുള്ള ഐഡിയാസ് അത് നമുക്ക് യൂസ് ചെയ്യാം, നമ്മളുടെ ഇതിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാനാവും. നമുക്ക് അതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ നോക്കിയിട്ട് അത് യൂസ് ചെയ്യാനാവും. അപ്പോൾ നമ്മൾ മറ്റൊരു നാഷണലിൽ നടന്നിട്ടുള്ള സ്റ്റഡീസിന്റെ റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനാവും എന്നർത്ഥം. അതിനവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനാവും, അതിനോട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എക്സാമ്പിൾസ് ആണ് ആനുവൽ റിവ്യൂ. ആനുവൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് സയൻസ്, ടെക്നോളജി, അങ്ങനെയൊക്കെ ആനുവൽ റിവ്യൂസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആനുവൽ റിവ്യൂസ് ഒക്കെ പബ്ലിഷ് ചെയ്യും. അത് ഓരോ സബ്ജക്ട് ഫീൽഡിലും ഉണ്ടായിരിക്കും ആനുവൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 year പീരീഡ്, ആ പീരീഡിനുള്ളിൽ നടന്ന റിസർച്ചിന്റെ റിസൾട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് മൊത്തത്തിൽ ഒരു റിവ്യൂ ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യും, ആനുവൽ റിവ്യൂ. അതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആനുവൽ റിവ്യൂ ഓഫ് ഇമ്മ്യൂണോളജി,
ആനുവൽ റിവ്യൂ ഓഫ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ആനുവൽ റിവ്യൂ ഓഫ് ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കുണ്ട്. അത് എക്സാമ്പിൾ മാത്രം. അപ്പൊ ഇത്രയാണ് റിവ്യൂവിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത്. ഒരു മൊത്തം റിസർച്ച് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഫീൽഡിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം, എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു അവലോകനം ആണ് റിസർച്ച് റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് ആണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്നുള്ളതിൽ രണ്ടാമത്തെ ലൈൻ, ദർ ബേസിക് എയിം ഈസ് ടു ഡിസ്ക്രൈബ് കറന്റ് ആൻഡ് അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് ഓഫ് എ സിറ്റുവേഷൻ. ബേസിക് എയിം ഈസ് ടു ഡിസ്ക്രൈബ് കറന്റ് ആൻഡ് അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് ഓഫ് എ സിറ്റുവേഷൻ. അതൊന്ന് മാർക്ക്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. പ്രസന്റ് സ്റ്റഡി, ഇപ്പൊ പ്രസന്റ് ഏത് വരെ, ഇപ്പൊ ഇതുവരെ ഏത് നമ്മൾ സബ്ജക്ട് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസിലെ നിലവിൽ ഏതുവരെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അതാണ് സ്റ്റേറ്റ്. പ്രസന്റ് സിറ്റുവേഷൻ ആണ് സ്റ്റാറ്റസ് ഓഫ് ദി സിറ്റുവേഷൻ, കറന്റ് ആൻഡ് അപ് ടു ഡേറ്റ് സിറ്റുവേഷൻ, പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് എ സബ്ജക്ട് ഫീൽഡ്, പ്രസന്റ് സിറ്റുവേഷൻ, പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് എ സബ്ജക്ട് ഫീൽഡ്, അതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ തെറ്റിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതാണോ ഇതാണെന്ന് സംശയിക്കും. ഇപ്പോൾ റിവ്യൂവും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത്. പറയുകയാണെങ്കിൽ തന്നെ അതും സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ എന്ത് മാത്രമേ പറയൂ? പ്രസന്റ് സ്റ്റേജ് മാത്രമാണ് പറയുക. റിവ്യൂവിൽ എന്ത് പറയും? നേരത്തെ മുതൽക്കേ ഉള്ളത് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റിവ്യൂ എഴുതാൻ, ഒരു സബ്ജക്റ്റിന്റെ റിവ്യൂ എഴുതുക എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് തുടങ്ങിയ മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂവിൽ പറയാം. അല്ലാണ്ട് ഇപ്പോൾ ഉള്ള കണ്ടീഷൻ മാത്രമല്ല പറയുന്നുണ്ടാവുക. ഈ സബ്ജക്റ്റിൽ ഇന്ന് വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഏതിൽ പറയും? റിവ്യൂവിൽ പറയും. പക്ഷേ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ എന്ത് മാത്രമേ പറയൂ? പ്രസന്റ് സിറ്റുവേഷൻ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് മാത്രമാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ പറയുക. ഇതൊന്നും മറക്കരുത്. ഇപ്പൊ തന്നെ മനസ്സിൽ കയറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സംശയിക്കും, അതാണോ ഇതാണോ സംശയിക്കും. ഓരോ ടേമും പറയുമ്പോൾ ഞാൻ പെർട്ടിക്കുലർ വേർഡ് പറയുന്നുണ്ട്, അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇപ്പോൾ ട്രേഡ് ബുള്ളറ്റിൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാറ്റലോഗിംഗ് ആണ് ഓർമ്മിക്കേണ്ടത്. അതുപോലെ ഓരോന്നും വരുമ്പോൾ പെർട്ടിക്കുലർ ഒരു നെയിം വെച്ചിട്ട് നമ്മൾ ഓർമ്മിക്കണം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? പ്രസന്റ് സിറ്റുവേഷൻ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിന് കേൾക്കുമ്പോഴേ പ്രസന്റ് സിറ്റുവേഷൻ ഓർമ്മ വേണം. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറന്റ് ആയിട്ടുള്ള സ്റ്റേജ് ഏതിലാണോ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ഇരിക്കുന്നത്, അതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈബ്രറി സയൻസിന്റെ കേസ്, അപ്പം ലൈബ്രറി മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ, ലൈബ്രറി സയൻസ് നോക്കുകയാണെങ്കിൽ, ഇൻഫോർമേഷൻ സയൻസ് നോക്കുകയാണെങ്കിൽ, പ്രസന്റ് സിറ്റുവേഷൻ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് ഉള്ളതിൽ എന്ത് കാര്യങ്ങളാണ് നമ്മൾ കേസിൽ പറയാം? ഇൻഫോർമേഷൻ സയൻസിന്റെ കേസിൽ പറയാം. ആരെങ്കിലും ഒരാൾ പറയും, നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളതെന്ന് അറിയാലോ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പറയും, സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ, കറണ്ട് ലെവൽ, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ഫീൽഡ് ആണല്ലോ, ഫീൽഡ് ഓഫ് സ്റ്റഡീസിലാണ് നമ്മൾ പറയുക. അപ്പം ഇൻഫോർമേഷൻ സയൻസ് ആണെങ്കിൽ ഇൻഫോർമേഷൻ സയൻസിലെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പറയും എന്താണ്? രമ്യ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് പറയൂ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ സയൻസിലെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എഴുതുകയാണെങ്കിൽ അതിൽ മെയിൻ കണ്ടന്റ് എന്തായിരിക്കാം? പറയാൻ പോകുന്നത് എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറയും. അധ്യക്ഷ, നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? പറയൂ പറയൂ. ഉണ്ട് സർ. പറയൂ, എന്താണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട്? ലൈബ്രറി സയൻസിന്റെ കേസിലാണെങ്കിൽ നമ്മളെ ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളൊക്കെ അതിനുണ്ടായിരുന്ന മാറ്റങ്ങൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആയപ്പോൾ
ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പുതിയതായിട്ട് അപ്പോൾ എന്തെങ്കിലും സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇപ്പോൾ പുതിയ ഓട്ടോമേഷൻ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നതാണ് പറയുന്നത് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഞാൻ പറയാം, ബാക്കി ഞാൻ പറയാം. ഇനി അടുത്ത ആരെങ്കിലും ഒരാളോട് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കും. എന്തെങ്കിലും വന്നിട്ടുണ്ട്. ആ ഇനി അടുത്ത ആരെങ്കിലും ഒരാൾ പറയും. കാവ്യ. ഹലോ, പറയും പറയും. ലൈബ്രറി സയൻസിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയില്ലേ ലൈബ്രറി? ഇൻഫോർമേഷൻസ് ആർ അവൈലബിൾ ഇൻ ഡിജിറ്റൽ ഫോംസ് ഓൾസോ. അതെ അതെ അതെ. അതാണ് ഇപ്പൊ നമ്മൾ കറണ്ട് സ്റ്റാറ്റസ് പറയുന്നത്. ഇപ്പം ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഓട്ടോമേറ്റഡ് എന്നുള്ളതും കഴിഞ്ഞു. ഓട്ടോമേറ്റഡ് എന്നുള്ളതും കുറച്ച് മുന്നത്തെ ഇതിലേക്ക് പോയില്ലേ അതുകൂടെ. അപ്പൊ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ലൈബ്രറിയിലേക്കുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ എല്ലാവരും ഓർമ്മിപ്പോയി. ആരെങ്കിലും ഒരാൾ പറയൂ. എന്താണ് സ്റ്റേറ്റ് ഓഫ് ഇൻഫോർമേഷൻ സയൻസിലെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്തായിരിക്കും? അതായത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണല്ലോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ലൈബ്രറി ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആയി, ഡോക്യുമെന്റ്സ് ഡിജിറ്റലൈസ്ഡ് ആയി, അതിലുള്ള ഓരോ ഇന്നോവേഷനും പുതിയ ടെക്നിക്സും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. അതിന്റെ പുതിയ അതെ അതെ. ഇപ്പൊ ഏറ്റവും പുതിയ ക്ലോസ് ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ ഇൻഫോർമേഷൻ സയൻസിൽ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്നാണ് പറയേണ്ടത്. അപ്പൊ മിക്കവാറും ഓട്ടോമേറ്റഡ് ആണ്. എല്ലാം ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞു. പിന്നെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് മിക്കവാറും മാറിക്കഴിഞ്ഞു. അപ്പൊ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ ഏതൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ട് കോഹ എന്നുള്ള സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ അക്കാഡമിക് ലൈബ്രറികളെല്ലാം കോഹ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ സർവീസുകളൊക്കെ സ്റ്റുഡൻറ് യൂസേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ പറയാം. പക്ഷെ റിവ്യൂവിൽ എന്താണ് പറയുക? ഇൻഫോർമേഷൻ സയൻസിന്റെ റിവ്യൂ പറയുമ്പോൾ എന്താണ് പറയുക? അടുത്ത ആരെങ്കിലും ഒരാൾ പറയൂ. ചെറിയ റിവ്യൂ നമ്മൾ പറയുമ്പോൾ ഇൻഫോർമേഷൻ സയൻസിന്റെ കേസിലാണെങ്കിൽ എന്താണ് പറയുക? സാർ അറിയില്ല. എന്താ നമ്മൾ പറയാ? റിവ്യൂവിൽ പറയുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പം നിലവിലുള്ള പറയും. റിവ്യൂല് പറയുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ടൈമിൽ ലൈബ്രറി സയൻസിൽ ഇപ്പൊ ലൈബ്രറീസിന്റെ സെറ്റപ്സിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതെ അതെ. ഇതുവരെ എവിടെ തുടങ്ങി നമ്മൾ എവിടെ വരെ എത്തി, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ് പറയാം. അപ്പൊ ഈ ബ്ലോക്ക് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇന്ന് വെള്ളമായിപ്പോയോ? സ്പീഡ് കൂടിപ്പോയോ? ഞാൻ പറഞ്ഞതിൽ കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വെള്ളമായി അല്ലേ? കുറച്ച് സ്പീഡ് കൂടി പോയോ? ഇല്ല, പറഞ്ഞുതരാം. പിന്നെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ എവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഇന്നത്തെ ലെവലിലേക്ക് ഏതുവരെ എത്തി എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം ജസ്റ്റ് നമ്മൾ ലൈബ്രറി തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ജസ്റ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് മാത്രമൊക്കെ ചെയ്തു വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ യൂസേഴ്സിന് ബുക്സ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി, പിന്നെ ഇൻഫോർമേഷൻ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി, പിന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറി തുടങ്ങി, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറൊക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡിജിറ്റലിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റിവ്യൂ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറയേണ്ടത്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് വരുമ്പോൾ പ്രസന്റ് ഇപ്പം എന്താണ് നടക്കുന്നത്, ഇപ്പം എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മാത്രമാണ് പറയുന്നത് കേട്ടോ. ടെക്നോളജി അതിൽ യൂസർ ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യം, യൂസ് ആസ്പെക്ട്, മാനേജ്മെന്റ് ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റേറ്റ് റിപ്പോർട്ടിന്റെ കാര്യത്തിൽ. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി. ആ യൂസ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുന്നത് കമ്പാരിറ്റീവ് റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ആണ് നോക്കേണ്ടത്. അതുപോലെ മാനേജ്മെന്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ പോളിസി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണല്ലോ, പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്നത് മാനേജ്മെന്റ് ലെവലിലാണല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത്. നിങ്ങളൊന്ന് വായിക്കുക. ഷോർട്ട് ആൻസറിൽ മാത്രമേ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ ആണ് അടുത്തതിൽ പറയുന്നത്. അടുത്ത സംഭവങ്ങൾ അതും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആണ് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഡേറ്റ സെന്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ ആണ്. ന്യൂമറിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡേറ്റ സെന്റർ യൂസ് ചെയ്യാനും അതിനാണ് നമ്മൾ സാധാരണ ഡേറ്റ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷന്റെ റിവ്യൂ ആണ്. അത് ഏതിലാ? പോളിസി മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് തലത്തിലാണ് അത് ആവശ്യം വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോപ്പുലേഷൻ റിലേറ്റഡ് ഇൻഫോർമേഷൻ ഒക്കെ, സോഷ്യൽ റിലേറ്റഡ് ഇൻഫോർമേഷൻ ആണ് സാധാരണ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ ആയിട്ട് സാധാരണ വരിക. സർവേ ഒക്കെ നടത്തിയിട്ട് പഞ്ചായത്ത് ലെവലിൽ സർവേ ഒക്കെ നടത്തിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ, പോപ്പുലേഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഡേറ്റ, ഡെമോഗ്രാഫിക് റിലേറ്റഡ് ഡേറ്റ ആണ് നമ്മൾ സാധാരണ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമ്മൾ പറയുന്നത്. ആ ഡേറ്റയുടെ റിവ്യൂ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ, അതൊന്നും അറിയാനില്ല, സ്റ്റാറ്റിക്കൽ ഇൻഫോർമേഷന്റെ റിവ്യൂ അത്രയും. ജസ്റ്റ് അത് നിങ്ങൾ വായിച്ചു പോയാൽ മതി. വാലിഡിറ്റി, റിലയബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ സോഴ്സ് വേണം, മെത്തേഡ് ഓഫ് വാല്യുവേഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രൈറ്റീരിയ, അതൊക്കെ ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ, സ്കോപ്പ് ഓഫ് സർവീസ്. അപ്പം ഇതിൽ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ്റെ സ്കോപ്പ് ഏതൊക്കെ വരുന്ന സംഭവമാണെന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ സ്റ്റേറ്റ് മാത്രം ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാത്രം, അല്ലെങ്കിൽ നാഷൻ വൈഡ് ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻ ആണോ, അത് ഏതാണുള്ളത്? ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ ഇപ്പോൾ പഞ്ചായത്ത്, ഓരോ പഞ്ചായത്തായിട്ട് വരുന്ന ഇൻഫോർമേഷൻ ആണോ? അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്കോപ്പ് എന്നുള്ളതിന് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ഇൻഫോർമേഷൻ ഒന്നും അങ്ങനെ ഒരു സ്കോപ്പായിട്ട് നമ്മൾ അധികം നോക്കേണ്ടതായിട്ടില്ല. അത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ലേ. സയന്റിഫിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിന്റെ സ്കോപ്പ് നമുക്ക് അങ്ങനെ ലിമിറ്റഡ് സ്കോപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ, പോപ്പുലേഷൻ റിലേറ്റഡ് ഇൻഫോർമേഷൻ ആകുമ്പോൾ അതിനൊരു സ്കോപ്പ്, ലിമിറ്റഡ് സ്കോപ്പിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട്, അല്ലെങ്കിൽ നാഷൻ വൈഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്കോപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ വരുന്ന സമയത്ത് കേട്ടോ. അതിൽ ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ ഒക്കെ അതിനകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സയന്റിഫിക് ഇൻഫോർമേഷന്റെ ക്വാളിറ്റി നമ്മൾ നോക്കേണ്ട കാര്യം, കാരണം അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മാത്രമാണല്ലോ നമ്മൾ എടുക്കുന്നത്. പ്രൂഫ് കിട്ടിയാൽ മാത്രമാണല്ലോ സയന്റിഫിക് ഇൻഫോർമേഷൻ നമ്മൾ വാലിഡിറ്റി ഉള്ളൂ അതിന്. പക്ഷേ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക് പ്രൂഫ് അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാനാവില്ലല്ലോ, അത്രയും ആക്യുറേറ്റ് ആണ് നമുക്ക് പറയാനാവില്ലല്ലോ. പിന്നെ നമ്മൾ റിലയബിലിറ്റി ആണ്, ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ, അതിൽ റിലയബിലിറ്റി ഒക്കെ വെച്ച് നമ്മൾ തീരുമാനിക്കുകയാണ്. ഏറ്റവും റിലയബിൾ ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ ഒക്കെ നടത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഈ സർവേ ഒക്കെ നടത്തുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂവിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ തെറ്റായി പോകാൻ പാടില്ല. ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ, സ്കോപ്പ് ഓഫ് സർവീസ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഇൻഫോർമേഷൻ, ഈസ് ഓഫ് ആക്സസ്, കോസ്റ്റ് ഓഫ് സർവീസ്, കംപ്ലീറ്റ്നെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആകുമ്പോൾ മറ്റേത് വരുന്ന കുറച്ച് ഡിഫറൻസ് ആണ്. രണ്ടെണ്ണം കൂടെ പറയാൻ, രണ്ടെണ്ണം കൂടെ ഉള്ളൂ, അതുവരെ പറഞ്ഞാണ്ടിരിക്കും. ട്രെൻഡ് റിപ്പോർട്ട് ഇതുവരെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂ നമ്മൾ പറഞ്ഞത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അതിൽ വേണമെങ്കിൽ പറയാം. പിന്നെ അത് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ വരുന്നത് മാത്രമാണെങ്കിൽ അത് മാത്രം പറയാം. അതിന്റെ റിവ്യൂ, ഷോർട്ട് സമ്മറി, അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതാണ്. തോട്ട് കണ്ടന്റ് മാത്രം എടുത്തു വെക്കുന്നതാണ് റിവ്യൂ നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് കണ്ടീഷൻ എന്താണോ, പ്രസന്റ് സ്റ്റാറ്റസ് എന്താണോ, അതിനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് പറയാൻ പോവാണ് ട്രെൻഡ് റിപ്പോർട്ട്. ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രസന്റ് ട്രെൻഡ്, ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താണെന്നുള്ളത് മാത്രമാണ് ട്രെൻഡ് റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നത്. റീസെന്റ് ഡെവലപ്മെന്റ്, കറന്റ് റിസർച്ച്, ട്രെൻഡ്. ഇൻ ദിസ് ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കും. ട്രെൻഡ് റിപ്പോർട്ട് പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് വ്യൂ ഓഫ് റീസെന്റ് ഡെവലപ്മെന്റ് ആൻഡ് കറന്റ് റിസർച്ച് ട്രെൻഡ് ഇൻ എ സബ്ജക്ട് ഫീൽഡ്. പുതിയ ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ട്രെൻഡ് റിപ്പോർട്ട് പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് വ്യൂ ഓഫ് റീസെന്റ് ഡെവലപ്മെന്റ് ആൻഡ് കറന്റ് റിസർച്ച് ട്രെൻഡ്. റീസെന്റ് ഡെവലപ്മെന്റ് നമുക്ക് ഏതിൽ കിട്ടും? സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിപ്പോർട്ടിൽ കിട്ടും. റീസെന്റ് ഡെവലപ്മെന്റ് എവിടെ വരെ എത്തി. ഇനി കറന്റ് റിസർച്ച് ട്രെൻഡ് ഇൻ ദി സബ്ജക്ട് ഫീൽഡ്. ഏത് വഴിക്കാണ് ഇപ്പോൾ റിസർച്ച് നടക്കുന്നത്, ഏത് സബ്ജക്റ്റിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതിനാണ് റീസെന്റ് ട്രെൻഡ് എന്ന് പറയുന്നത്, ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഫോർമേഷൻ സയൻസ് നമ്മളെ കേസിൽ
ട്രെൻഡ് റിപ്പോർട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടി വരിക? അപ്പോൾ ട്രെൻഡ് ഇപ്പോൾ റീസെന്റ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ ലൈബ്രറി വരെയൊക്കെ ആയി കഴിഞ്ഞു നമ്മൾ പറഞ്ഞു. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള അതൊന്നാണെങ്കിൽ പറയും ഓൺലൈൻ ലൈബ്രറി എന്നുള്ള രീതിയിൽ അത് ഡിജിറ്റലായി കഴിയുമ്പോൾ പിന്നെ ഓൺലൈൻ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ റീസെന്റ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇനി അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ഡിജിറ്റൽ ലൈബ്രറി ആക്കാനായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ മാത്രമായിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടോ? അതിനെന്തെങ്കിലും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ടോ? അതല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് ഏതിലാണ് നടക്കുന്നത്? നമ്മളെ ഇൻഫോർമേഷൻ സയൻസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഇപ്പോൾ പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയ റിസർച്ച് നടക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് റീസെന്റ് ട്രെൻഡ് പറയുന്നത്. പുതിയ ട്രെൻഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൊബൈൽ കമ്പനി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറേ ചെറിയ മൊബൈലുകൾ ഒക്കെ ആയിട്ട് വന്നു. അത് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ സർവീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ ഉള്ളതായിട്ട് അപ്പോൾ വന്നു. പിന്നെ നേരത്തെ നമ്മൾ കീബോർഡ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ ഉള്ളതായിട്ട് വന്നു. ഇനിയിപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഇപ്പോൾ കോമൺ ആയിട്ടുള്ള നമുക്ക് ടച്ച് സ്ക്രീൻ മാത്രമാണ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സംഭവങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തേക്കും അങ്ങനെ വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. എന്നിട്ട് അത് നമ്മൾ മെസ്സേജ് ആയിട്ട് അത് എടുത്തോളും. അത് സെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്തുണ്ടാക്കേണ്ട സിസ്റ്റം അല്ലാത്തത്. അതൊക്കെ പുതിയ ട്രെൻഡ്. അപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറയുമ്പം നിലവിലുള്ളതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സർവീസുകളൊക്കെ കിട്ടാനായിട്ട് നടക്കുന്ന റിസർച്ച്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുന്നത്? ഇപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം അതിലേക്ക് പുതിയ സർവീസുകളൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ റിസർച്ച് നടക്കുന്നുണ്ടോ? അത് ഏത് വഴിക്കാണ് റിസർച്ച് നടക്കുന്നത് എന്നുള്ളൊരു കേസ്. അതിനാണ് നമ്മൾ ട്രെൻഡ് റിപ്പോർട്ട്. ഏതാണ് പുതിയ ട്രെൻഡ്? ഇന്ന സബ്ജക്റ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണ്? അതാണ് ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ഡെവലപ്മെന്റ് ആൻഡ് കറന്റ് റിസർച്ച് ട്രെൻഡ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത ലൈനിൽ കാണാം ട്രെൻഡ്സ് ഇൻ എ ഗിവൺ ഏരിയ ഓഫ് റിസർച്ച് ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് ലിറ്ററേച്ചർ അനലൈസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ട്രെൻഡ്. കുറേ എണ്ണം നമ്മൾ വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്, ഈ റിസർച്ചിലാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്, ഇന്ന ഏരിയയിലാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് ട്രെൻഡ്. അപ്പോൾ റിവ്യൂസ് റിസർച്ച് ആർട്ടിക്കിളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇപ്പം ഏതിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആളുകൾ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ട്രെൻഡ്. നമ്മൾ വരുന്ന ജേണലുകളെല്ലാം എടുക്കുന്നു. ഇപ്പോൾ ലൈബ്രറി സയൻസ് ആണെങ്കിൽ ലൈബ്രറി സയൻസിൻ്റെ എല്ലാ ജേണലും നമ്മൾ എടുക്കുന്നു. അതിലെ ആർട്ടിക്കിളെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും പുതിയ റിസർച്ച് ഒക്കെ നടക്കുന്നത് ഇന്ന ഏരിയയിലാണ്. അതാണ് പുതിയ ട്രെൻഡ്. ഇതാണ് ട്രെൻഡ്. പിന്നെ അതിന്റെ ആ പാരഗ്രാഫിന്റെ ഒരു സെന്ററിലേക്ക് വരുമ്പോൾ ഒരു കൊട്ടേഷൻ ഇട്ട് കാണാലോ. എ ട്രെൻഡ് റിപ്പോർട്ട് ഇസ് ആൻ എക്സ്പോസിഷൻ ഓഫ് എ സബ്ജക്ട് ഗിവിംഗ് ആൻ അക്കൗണ്ട് ഓഫ് ദി ജനറൽ ഡയറക്ഷൻ ഓഫ് റിസർച്ച് ഇൻ ദി സബ്ജക്ട്. അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ആ കൊട്ടേഷനിൽ കൊടുത്തിട്ടില്ല. എ ട്രെൻഡ് റിപ്പോർട്ട് ഇസ് ആൻ എക്സ്പോസിഷൻ ഓഫ് എ സബ്ജക്ട് ഗിവിംഗ് ആൻ അക്കൗണ്ട് ഓഫ് ദി ജനറൽ ഡയറക്ഷൻ ഓഫ് റിസർച്ച് ഇൻ ദി സബ്ജക്ട്. ജനറൽ ഡയറക്ഷൻ ഏത് വഴിക്കാണ് റിസർച്ച് നടക്കുന്നത് എന്നുള്ള സംഭവം നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ അടുത്ത ലൈനിൽ കാണാം Trend report service is designed to help the specialist reader in the productive utilization of his time and in the conservation of research potential. അതോടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ ട്രെൻഡ് റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ഷൻ ഓഫ് റിസർച്ച് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്ട് ഫീൽഡ്, റീസെന്റ് ട്രെൻഡ് ഇൻ എ റിസർച്ച് ഓഫ് എ പെർട്ടിക്കുലർ സബ്ജക്ട് ഫീൽഡ്. ഇതിനാണ് നമ്മൾ ട്രെൻഡ് റിപ്പോർട്ട് എന്ന് പറയാം. ഏത് വഴിക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് റിസർച്ച് നടക്കുന്നത്, ഏത് സബ്ജക്ട് ഏരിയയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിസർച്ച് നടക്കുന്നത്, അതാണ് ട്രെൻഡ്. പിന്നെ റിസർച്ച് ബാക്കി നീഡും അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിക്കാം. സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വായിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അത്രയല്ലോ ട്രെൻഡ് റിപ്പോർട്ട് കാര്യങ്ങൾ. പിന്നെ ടെക്നിക്കൽ ഡൈജസ്റ്റ്, ലാസ്റ്റ് പറഞ്ഞത് ടെക്നിക്കൽ ഡൈജസ്റ്റ് പേജ് നമ്പർ 309 ആണ് ടെക്നിക്കൽ ഡൈജസ്റ്റ്. അതിലെ ഫസ്റ്റ് സെന്റൻസ് എന്നു മാർക്ക് ചെയ്യാം. ലേറ്റസ്റ്റ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻഫോർമേഷൻ.
മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻഫോർമേഷൻ. അതിൽ ലേറ്റസ്റ്റ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻഫോർമേഷൻ അത് മതി. അതാണ് ടെക്നിക്കൽ ഡൈജസ്റ്റ് എന്താണെന്നുള്ളത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ലേറ്റസ്റ്റ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻഫോർമേഷൻ, ടെക്നിക്കൽ ഡൈജസ്റ്റ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. 310 ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തതിൽ നിങ്ങൾക്ക് കാണാം. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എ ഡൈജസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കണ്ടൻസേഷൻ ഓഫ് എ റിട്ടേൺ വർക്ക് എന്നുള്ളതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഡൈജസ്റ്റ് ആർ ജനറലി periodical publications containing condensation of work gathered from many sources and arranged in a systematic order. ഇപ്പോൾ ലൈബ്രറി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഡൈജസ്റ്റ് വരുന്നില്ലേ നിങ്ങൾക്ക്. ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജസ്റ്റ് സ്കൂളിലൊക്കെയാണ് എന്തായാലും വരുന്നുണ്ടായിരിക്കും ഡൈജസ്റ്റുകൾ. സയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് ഡൈജസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു റീസെന്റ് ആയിട്ട് നടന്ന കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചെറുതാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിലൊക്കെ കംപ്ലീറ്റ് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് കാണാം. വീക്ക്ലി ആയിട്ട് മന്ത്ലി ആയിട്ടൊക്കെ വരും. വീക്ക് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡൈജസ്റ്റ് ഫോമിൽ. അത് ഓരോ മന്തിലും ഓരോ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിലുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ഒക്കെയാണ് അതിനകത്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക ഡൈജസ്റ്റ്. ഡെഫിനിഷൻ എന്നുള്ളത് ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 310 ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഉള്ളതിൽ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഡൈജസ്റ്റ് ആർ ജനറലി പീരിയോഡിക്കൽ പബ്ലിക്കേഷൻ കണ്ടെയ്നിങ് കണ്ടൻസേഷൻ ഓഫ് വർക്ക് ഗാതേർഡ് ഫ്രം മെനി സോഴ്സ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ. കണ്ടൻസേഷൻ ഓഫ് വർക്ക് അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള സംഭവം. ഗാതേർഡ് ഫ്രം മെനി സോഴ്സ്, പല സോഴ്സുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലാണെങ്കിൽ പല സബ്ജക്റ്റിൽ നിന്ന് എടുത്തിട്ട് ഒരുമിച്ച് നമ്മൾ കിട്ടും ഡൈജസ്റ്റ് ആണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ കിട്ടും. പിന്നെ അതിന്റെ ദി ടേം ഡൈജസ്റ്റ് എന്നുള്ള പാരഗ്രാഫിന്റെ രണ്ടാമത്തെ ലൈനിൽ കാണാം ഒരു കൊട്ടേഷനിൽ ബോഡി ഓഫ് ഇൻഫർമേഷൻ റിട്ടേൺ മാറ്റർ ഇൻവോൾവിംഗ് ഇൻഫർമേഷൻ കൺസോൾട്ടേഷൻ ബൈ കണ്ടൻസേഷൻ. അതാണ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ബോഡി ഓഫ് ഇൻഫർമേഷൻ ഓർ റിട്ടേൺ മാറ്റർ ഇൻവോൾവിംഗ് ഇൻഫർമേഷൻ കൺസോൾട്ടേഷൻ ബൈ കണ്ടൻസേഷൻ. ഏറ്റവും ചുരുക്കിയ രൂപത്തിൽ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഡൈജസ്റ്റ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ ഓർക്കേണ്ട ഈസി ആയിട്ടുള്ള ഒന്നോ രണ്ടെണ്ണം മാത്രം ഓർമ്മിച്ചാൽ മതി. ഞാൻ മാർക്ക് ചെയ്ത് തരുന്നുണ്ടെങ്കിലും അതിൽ തന്നെ ലാസ്റ്റ് ടെക്നിക്കൽ ഡൈജസ്റ്റീസ് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫിലെ ലാസ്റ്റ് ടെക്നിക്കൽ ഡൈജസ്റ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കണ്ടൻസേഷൻ പ്രോസസ്. It performs an accretion function. It may be directed or oriented to various group of users. അത് വേണമെങ്കിൽ മാത്രം ഒന്നോ രണ്ടെണ്ണം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഞാൻ മാർക്കിന് പറഞ്ഞതേ ഉള്ളൂ. അത് വെച്ച് മുഴുവനായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. പഠിക്കണമെന്നില്ല, മുഴുവനായിട്ട് പഠിക്കണമെന്നില്ല. ഒന്നോ രണ്ടെണ്ണം എന്താണ് ഈ ഡൈജസ്റ്റ് എന്നുള്ളത് അറിയാൻ ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നീഡ് ആൻഡ് ഫംഗ്ഷൻ അത് ഞാൻ മാർക്ക് ചെയ്ത് തരാം. മാർക്ക് ചെയ്ത് മാത്രങ്ങൾ പഠിച്ചാൽ മതി. Digest first technical digests are useful source of information for managerial and technical work. Useful source ഞാൻ പറയുന്നത് മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. യൂസ്ഫുൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ വർക്ക്. അതാണ് ഒരു നീഡ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ വർക്കേഴ്സ് അതാണ് ഒരു യൂസ്. പിന്നെ രണ്ടാമത്തത് അതിന്റെ അടുത്ത പാരഗ്രാഫിലെ രണ്ടാമത്തെ ലൈൻ കണ്ടോ. മാനേജീരിയൽ പേഴ്സണൽ റിക്വയർ പ്രോഡക്റ്റ് ഓറിയന്റഡ് ഇൻഫർമേഷൻ such as technical, commercial and marketing information. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിലെ മാനേജീരിയൽ പേഴ്സണൽ റിക്വയർ രണ്ടാമത്തെ ലൈൻ മാനേജീരിയൽ പേഴ്സണൽ റിക്വയർ പ്രോഡക്റ്റ് ഓറിയന്റഡ് ഇൻഫർമേഷൻ such as technical, commercial and marketing information. പിന്നെ അതിന്റെ അടുത്ത പാരഗ്രാഫിലെ ലാസ്റ്റ് ടെക്നിക്കൽ ഡൈജസ്റ്റ് ഓറിയന്റഡ് ടുവേഴ്സ് ദിസ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ടു മീറ്റ് ദർ ഇൻഫർമേഷൻ റിക്വയർമെന്റ്സ് എഫക്റ്റീവ്ലി. ഈ മാർക്ക് ചെയ്തത് മാത്രം നിങ്ങൾ നോക്കുക. അത് മാത്രം എന്താണ് അവർ ചെയ്യുന്നതിനാണ് ഈ ടെക്നിക്കൽ ഡൈജസ്റ്റ് നീഡ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചെണ്ണം ഫംഗ്ഷൻസ് ആയിട്ട് കുറച്ച് നമ്പർ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കീപ് ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രി അപ്പ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ദ റെസ്പെക്റ്റീവ് ഫീൽഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണല്ലോ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം സയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ യൂസേഴ്സിന് സയന്റിഫിക് ഇൻഫോർമേഷൻ അപ് ടു ഡേറ്റ് സയന്റിഫിക് ഇൻഫോർമേഷൻ അവർക്ക് കിട്ടും. പിന്നെ പ്രൊവൈഡ് ടൈംലി ഡിപെൻഡന്റ് ഇൻഫോർമേഷൻ കീപ് ദം equipped with ന്യൂ ഡെവലപ്മെന്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ മന്ത്ലി ആണ്, അപ്പോൾ പീരിയോഡിക്കലി ആണല്ലോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് മന്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ അവർക്ക് കിട്ടും. ഡിസമിനേറ്റ് ലേറ്റസ്റ്റ് ടെക്നിക്കൽ നോ ഹൗ സെർവ് ആസ് ആൻ എഫക്റ്റീവ് ചാനൽ ബിറ്റ്വീൻ റിസർച്ച് ആൻഡ് പ്രോഡക്റ്റ്. അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഓർത്തിരിക്കുക.
ഡൈജസ്റ്റ് വേണ്ടത് ആർക്കൊക്കെ, കാറ്റഗറീസ് ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ, ഓപ്പറേഷൻ ലെവൽ പേഴ്സണൽ, ആർക്കൊക്കെ ഇത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ അറിയേണ്ട എന്താണ് ഈ ടെക്നിക്കൽ ഡൈജസ്റ്റ്, എന്തിനാണ് ടെക്നിക്കൽ ഡൈജസ്റ്റ്, ഇത്രയൊക്കെ നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ആ ഡിഫറൻസ് മറ്റുള്ളതുമായിട്ട് നിങ്ങളുടെ ഡിഫറൻസുമാണ് നിങ്ങൾ അറിയുന്നത്. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഒക്കെ എന്താ ചെയ്യണമെന്നൊക്കെ നമ്മൾ കുറേ എണ്ണം പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂസേഴ്സ്, സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഒക്കെ നേരത്തെ പറഞ്ഞു. നമ്മൾ അനാലിസിസ്, ഇവാലുവേഷൻ, പ്രസന്റേഷൻ, ഡിസൈൻ ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. അതാണ് ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നതും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാ കേസിലും ഒരേ സംഭവം തന്നെയാണ്, ഒരേ സ്റ്റെപ്സ് തന്നെയാണുള്ളത്. നമ്മൾ നേരത്തെ അനാലിസിസ് കൺസോൾട്ടേഷൻ പ്രോസസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്താ ചെയ്യേണ്ടത്. അത് തന്നെയാണ് എല്ലാ ഇൻഫോർമേഷൻ കൺസോൾട്ടേഷനിലും നമ്മൾ ചെയ്യേണ്ടത്. അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞു, ആ ചാപ്റ്ററും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത കുറച്ച് സംഭവമായതിനെ കൊണ്ടാണ് കുറച്ച് ഒരു പ്രശ്നം ആയത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇതെന്താന്നുള്ളതിനെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഇതുവരെ. പക്ഷേ ഇപ്പം ഏതാണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ന്യൂസ് ലെറ്റർ. ന്യൂസ് ലെറ്റർ എന്താണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം തന്നെ എന്താണ് എനിക്ക് മനസ്സിലായത്, ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഓർത്ത് നോക്കുക. ഇപ്പം തന്നെ ന്യൂസ് ലെറ്റർ എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലായത് എന്താണ് ന്യൂസ് ലെറ്റർ. ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതാണ് റീസെന്റ് ഇൻഫർമേഷൻ ടു എ സ്പെസിഫിക് യൂസേഴ്സ്. ഒരു സ്പെസിഫിക് യൂസേഴ്സിനുള്ള റീസെന്റ് ഇൻഫർമേഷൻ, റീസെന്റ് ന്യൂസ് ആണ് ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾ അറിയേണ്ടത് അറിയാം. പിന്നെ ഹൗസ് ജേർണൽസ് എന്ന് പറയുന്നത് ന്യൂസ് മാത്രമല്ല, പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. ആ ഇൻഡസ്ട്രീസിന്റെ പ്രോഡക്റ്റിനെ പറ്റി അല്ലെ സർവീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുക്കും.